നമുക്കറിയാം നമ്മുടെ ഡൈനാമിക്സിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ട ഒരു ക്വാണ്ടിറ്റിയാണ് ഇനേർഷ്യ. നമുക്കറിയാം എന്താണ് ഇനേർഷ്യ എന്ന്. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ ഇൻഎബിലിറ്റിയാണ്. അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ അയാൾക്ക് സ്വന്തമായിട്ടുള്ള കഴിവില്ല. പുറത്തു നിന്ന് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ പുഷ് കിട്ടിയാൽ മാത്രമേ അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ആവുകയുള്ളൂ. അപ്പോൾ ഏതൊരു ബോഡിക്കും സ്വന്തമായി അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ല. ഈ കഴിവില്ലായ്മയെ അല്ലെങ്കിൽ ആ ഇൻഎബിലിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനേർഷ്യ. ഇനേർഷ്യ എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ മാസിൻ്റെ ഒരു മെഷറിലാണ് നമ്മൾ പറയുക. മാസ് കൂടുന്തോറും ആ ഇനേർഷ്യ കൂടും. മാസ് കുറവാണെങ്കിൽ ഇനേർഷ്യ കുറവുമായിരിക്കും. നമുക്കറിയാം ഒരു ടേബിളിൻ്റെ പുറത്തിരിക്കുന്ന ഒരു പുസ്തകം, ഈ പുസ്തകം സ്വന്തമായിട്ട് അവിടെ നിന്ന് നീങ്ങില്ല. നമ്മൾ എന്തെങ്കിലും ഒരു പുഷോ പുള്ളോ കൊടുത്താൽ മാത്രമേ അവിടെ നിന്ന് ആ ബോഡിക്ക് നീങ്ങാൻ പറ്റൂ. അതുപോലെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി, അയാൾക്ക് സ്വന്തമായി സ്റ്റോപ്പ് ചെയ്യാനുള്ള കഴിവില്ല. നമ്മൾ പുറത്തു നിന്ന് എന്തെങ്കിലും ഒരു പുഷ് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് നമ്മൾ കൊടുത്താൽ മാത്രമേ ആ ബോഡി സ്റ്റോപ്പ് ചെയ്യപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഡയറക്ഷനും. ഒരു മൂവിങ് ബോഡിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ പുറത്തു നിന്ന് തീർച്ചയായും ഫോഴ്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ബോഡികൾക്കും ഉള്ള ആ ഒരു ഇൻഎബിലിറ്റി, അവരുടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ലായ്മയെ, അല്ലെങ്കിൽ അവർ ഏത് സ്റ്റേറ്റിലിരിക്കുന്നോ ആ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുക. ഇനേർഷ്യയ്ക്ക് യൂണിറ്റ് ഇല്ല, അതുപോലെ തന്നെ ഡയമെൻഷനും ഇല്ല. അപ്പോൾ ഏതൊരു ബോഡിക്കും സ്വന്തമായി സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ല. ആ കഴിവില്ലായ്മയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് വിളിച്ചത്. അത് നമുക്ക് മെഷർ ചെയ്തൊരു യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, അതിന് ഡയമെൻഷനും ഇല്ല. ഇനി നോക്കി, ഒരു ബോഡി റെസ്റ്റിലിരിക്കുന്നു, മറ്റൊരു ബോഡി മൂവ് ചെയ്യുന്നു. രണ്ടുപേരുടെയും മാസ് സെയിം ആണെങ്കിൽ അവരുടെ ഇനേർഷ്യയും സെയിം ആയിരിക്കും. കാരണം ഇനേർഷ്യ എന്ന് പറയുന്നത് മാസിൻ്റെ മാത്രം ഒരു പ്രോപ്പർട്ടിയാണ്. ഒരിക്കലും വെലോസിറ്റി ചേഞ്ച് ചെയ്തത് കൊണ്ട് ഇനേർഷ്യയ്ക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കില്ല. നമുക്കറിയാം മെക്കാനിക്സിൽ ഒരു ബോഡിക്ക് രണ്ട് സ്റ്റേറ്റുകളാണുള്ളത്. ഒന്ന് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, മറ്റൊന്ന് സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഒരു ബോഡിയുടെ പൊസിഷൻ ടൈമിനനുസരിച്ചോ സറൗണ്ടിങ്ങിനനുസരിച്ചോ ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ ആ ബോഡി റെസ്റ്റിലാണ് എന്ന് പറയും. റെസ്റ്റിലിരിക്കുന്ന ബോഡികളെ നമ്മൾ സ്റ്റേഷനറി ഓബ്ജക്റ്റ് എന്ന് വിളിക്കും. എന്നാൽ ഒരു ബോഡിയുടെ പൊസിഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ ടൈമിനനുസരിച്ചോ സറൗണ്ടിങ്സിനനുസരിച്ചോ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ബോഡി മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് സ്റ്റേറ്റ് ഓഫ് മോഷനിലാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ മെക്കാനിക്സിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന രണ്ട് സ്റ്റേറ്റുകളാണ്, ഒന്ന് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, മറ്റൊന്ന് സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഈ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലിരിക്കുന്ന ബോഡിക്ക് എപ്പോഴും റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അതുപോലെ മോഷനിലാണെങ്കിൽ ആ ബോഡിക്ക് എപ്പോഴും മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയും ഉണ്ടാവും. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ഇനേർഷ്യകളെ ഇവിടെ ഡിഫൈൻ ചെയ്യാം. സ്റ്റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്നും ഇനേർഷ്യ ഓഫ് മോഷൻ എന്നും. റെസ്റ്റിലിരിക്കുന്ന ബോഡി റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിന് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയും. മൂവ് ചെയ്യുന്ന ബോഡിക്ക് മോഷനിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസിയാണുള്ളത്, അപ്പോൾ അതിന് ഇനേർഷ്യ ഓഫ് മോഷൻ എന്നുമാണ് നമ്മൾ പറയുക. ഈ ഇനേർഷ്യ ഓഫ് റെസ്റ്റിനും മോഷനും ഒക്കെ നമ്മൾ എക്സാമ്പിൾസ് ചെറിയ ക്ലാസ്സുകൾ മുതലേ പഠിക്കുന്നതാണ്. നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിൽ പാസഞ്ചേഴ്സ് ഇരിക്കുന്നു. ബസ് പെട്ടെന്ന് എടുക്കുമ്പോൾ ഈ പാസഞ്ചേഴ്സ് എന്ത് ചെയ്യും? പുറകിലേക്ക് ഫോൾ ഡൗൺ ചെയ്യും. അതുപോലെ ഒരു മൂവിങ് ബസ്, ആ മൂവിങ് ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ പാസഞ്ചേഴ്സ് എല്ലാം മുന്നോട്ട് തെറിച്ച് വീഴുന്നു. അപ്പോൾ ഇതെല്ലാം ഈ ഇനേർഷ്യയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ചെറിയ എക്സാമ്പിളുകളാണ്. ഇനി ഒരു ടൈപ്പ് ഇനേർഷ്യ കൂടിയുണ്ട്, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. അതായത് ഒരു ബോഡി ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടി ബോഡികൾക്കുണ്ടാവും. അപ്പോൾ ഒരു ബോഡിയുടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും അതിൻ്റെ പുറത്തൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പുഷ് ഓർ പുൾ. ഒരു ബോഡിയുടെ സ്റ്റേറ്റ് റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനോ, അല്ലെങ്കിൽ മോഷനിലുള്ള ഒരു ബോഡിയെ റെസ്റ്റിലേക്ക് കൊണ്ടുവരുന്നതിനോ, അതും അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ബോഡിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനോ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു പുഷാകാം, അതൊരു പുള്ളാകാം. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ബോഡിയുടെ ഷേപ്പ് തന്നെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫോഴ്സിൻ്റെ ആപ്ലിക്കേഷനുകളാണ്. പല ടൈപ്പിലുള്ള ഫോഴ്സുകളെ കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സിസ്റ്റത്തിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് 0 ആണെങ്കിൽ അതിനെ നമ്മൾ ബാലൻസ്ഡ് സിസ്റ്റം അഥവാ ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയും. ഇനി അതല്ല, ഒരു സിസ്റ്റത്തിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 അല്ലെങ്കിൽ നമ്മളതിനെ അൺബാലൻസ്ഡ് ഫോഴ്സുകൾ എന്ന് പറയും. ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്ന് കൊടുക്കുന്ന ഫോഴ്സിനെ ഇൻറ്റേർണൽ ഫോഴ്സ് എന്നും, പുറത്തു നിന്നാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ എക്സ്റ്റേണൽ ഫോഴ്സ് എന്നും നമ്മൾ പറയും. അതുപോലെ കോൺടാക്ട് ഫോഴ്സ് ആൻഡ് നോൺ കോൺടാക്ട് ഫോഴ്സ്. ഒരു ബോഡിയുടെ പുറത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ആക്ച്വൽ ഫിസിക്കൽ കോൺടാക്ട് വേണമെങ്കിൽ അതിനെ കോൺടാക്ട് ഫോഴ്സ് എന്ന് പറയും. ഉദാഹരണത്തിന് നമ്മുടെ മസ്കുലാർ ഫോഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഒരു ഫിസിക്കൽ കോൺടാക്ട് ഉണ്ടാവണം. എന്നാൽ നോൺ കോൺടാക്ട് ഫോഴ്സുകളും ഉണ്ട്. ഉദാഹരണത്തിന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ്, അവിടെയൊന്നും ആക്ച്വൽ ഫിസിക്കൽ കോൺടാക്ട് ഇല്ലാതെ തന്നെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫോഴ്സിനെ കുറിച്ച് അറിയാവുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്നറിയാം, അത് F=ma ആണെന്നല്ല നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ നോക്കി, ന്യൂട്ടന്റെ ഒന്നാമത്തെ ലോ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഒരു ബോഡിയുടെ പുറത്ത് നമ്മളൊരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം
കാണാം. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയുടെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. ഒരു ബോഡിയുടെ സ്റ്റേറ്റ് ഓഫ് ഇനേർഷ്യയെ കുറിച്ചാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറയുക. അതുകൊണ്ട് തന്നെ അതിനെ ലോ ഓഫ് ഇനേർഷ്യ എന്ന് അറിയപ്പെടും. അപ്പോൾ ഓർക്കുക, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയെ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നു. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഇൻ യൂണിഫോം മോഷൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഒരു അൺബാലൻസ്ഡ് ആയ എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടുന്നത് വരെ ആ ബോഡിയുടെ സ്റ്റേറ്റ് ഏതാണോ അത് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ലീനിയർ മൊമെന്റം നമുക്കറിയാം, മൂവിങ് ഒബ്ജക്റ്റുകൾക്ക് മറ്റുള്ള ബോഡികളുടെ പുറത്തുമായി കൊളൈഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഒരു മൂവിങ് ഒബ്ജക്റ്റ് മറ്റുള്ള ബോഡികളുടെ പുറത്ത് കൊടുക്കുന്ന ആഘാതത്തെ അല്ലെങ്കിൽ എഫക്റ്റിനെയാണ് നമ്മൾ ലീനിയർ മൊമെന്റം എന്ന് പറയുക. ഇത് മെഷർ ചെയ്യുന്നത് മാസിൻ്റെയും വെലോസിറ്റിയുടെയും കൂടെ പ്രോഡക്റ്റ് ആയിട്ടാണ്. അപ്പോൾ ലീനിയർ മൊമെന്റം P = mv ആണ്, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പോൾ അവരുടെ യൂണിറ്റ് നമുക്കറിയാം, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇതിൻ്റെ ഡയമെൻഷൻ ആണെങ്കിൽ മാസ് ഇൻറ്റു വെലോസിറ്റി, അപ്പോൾ m × Lt⁻⁻1 ആയിരിക്കും. ഇനി രണ്ട് ബോഡികൾ ഒരേ വെലോസിറ്റിയിൽ പോവുകയാണ്. അതിൽ ആർക്കാണോ മാസ് കൂടുതൽ അയാൾക്കായിരിക്കും മൊമെന്റം കൂടുതൽ. ഇനി റെസ്റ്റിലിരിക്കുന്ന ബോഡിയാണെങ്കിൽ വെലോസിറ്റി 0 ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ആഘാതം അല്ലെങ്കിൽ ഒരു എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവില്ല, അല്ലെങ്കിൽ അവരുടെ മൊമെന്റം 0 ആയിരിക്കും. അപ്പോൾ ശരിക്കും മൊമെന്റം എന്ന് പറയുന്നത് മൂവിങ് ഒബ്ജക്റ്റുകളുടെ മാത്രം ഒരു ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയാണ്. ഇതിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി കൂടിയാണ്. അപ്പോൾ എങ്ങോട്ടാണോ വെലോസിറ്റി ആക്ട് ചെയ്യുന്നത്, വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ലീനിയർ മൊമെന്റവും. കാരണം P = mv അല്ലേ. അപ്പോൾ വിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെ ആയിരിക്കും ലീനിയർ മൊമെന്റവും. വി ഹാവ് ലീനിയർ മൊമെന്റം. P ഈസ് ഡിഫൈൻഡ് ആസ് പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. അപ്പോൾ നോക്കിയേ, P = mv ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ക്വാണ്ടിറ്റികളിൽ വെച്ചിട്ട് ഗ്രാഫുകൾ ഒന്ന് പ്ലോട്ട് ചെയ്യാം. നോക്കിയേ, മൊമെന്റവും വിയും തമ്മിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ P/v മാസ് കിട്ടും. അപ്പോൾ അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. P/v എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, കാരണം മാസ് ആണ്. അപ്പോൾ ഗ്രാഫിന്റെ ഷേപ്പ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതേസമയം Pയും Mഉം തമ്മിലാണ് ഗ്രാഫ് വരയ്ക്കുന്നതെങ്കിൽ അത് വെലോസിറ്റി ആയിരിക്കും. അതുപോലെ Mഉം Vയും തമ്മിലാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നതെങ്കിൽ നോക്കി, മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. മൊമെന്റം കോൺസ്റ്റന്റ് ആണെങ്കിൽ mv is a constant, അല്ലെങ്കിൽ m proportional to 1/v ആയിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മൾ മാസും വെലോസിറ്റിയും തമ്മിൽ ഗ്രാഫ് വരച്ചാൽ ഷേപ്പ് കണ്ട അതൊരു ഹൈപ്പർബോള പോലെ അതിങ്ങനെ പോകും, m proportional to 1/v. അപ്പോൾ നോക്കി, മൊമെന്റവുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന 3 ടൈപ്പ് ഗ്രാഫുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറയുന്നത് ഒരു ബോഡിയുടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ എന്ത് കൊടുത്തേ പറ്റൂ, ഒരു അൺബാലൻസ്ഡ് ആയ എക്സ്റ്റേണൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യൂ. അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ഫോഴ്സിനെ കുറിച്ചാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പറയുന്നത്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഇങ്ങനെയാണ് പറയുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, മൊമെന്റത്തിന്റെ ചേഞ്ച് ΔP ആണെങ്കിൽ അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെ നമുക്ക് ΔP ഡിവൈഡഡ് ബൈ ΔT എന്ന് എഴുതാം. ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് എപ്പോഴും അപ്ലൈ ചെയ്ത ഫോഴ്സിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമുക്കറിയാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് F പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം mv മൈനസ് mu ഡിവൈഡഡ് ബൈ t ആണ്. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ F = a constant k × ma എന്ന് കിട്ടും. കെയുടെ വാല്യൂ 1 ആണെങ്കിൽ ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാം F = ma, where m is the mass of the body and a is the acceleration. അപ്പോൾ നോക്കിയേ, ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ സെയിം ഡയറക്ഷനിൽ തന്നെയായിരിക്കും. ഇമ്പൾസ്, എ വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ വെരി ഷോർട്ട് ടൈം, വളരെ ചെറിയ സമയം കൊണ്ട് ആക്ട് ചെയ്യപ്പെടുന്ന വളരെ വലിയ ഒരു ഫോഴ്സ്, അത് കൊടുക്കുന്ന എഫക്റ്റിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുക. അപ്പോൾ നോക്കിയാൽ ഇമ്പൾസ് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇമ്പൾസ് I = എ വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ വെരി ഷോർട്ട് ടൈം F × ΔT. ഈ ഇമ്പൾസ് എന്ന് പറയുന്നത് F × ΔT ആണ്, അഥവാ ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. അപ്പോൾ മൊമെന്റത്തിന് നമ്മൾ പറയുന്ന യൂണിറ്റ്, ഡയമെൻഷൻ ഒക്കെ തന്നെ ഇമ്പൾസിനും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം ആണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് പറയാം ഇമ്പൾസ് I = F × ΔT, അഥവാ സ്മോൾ ടൈമിന് നമുക്ക് dt എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ ടോട്ടൽ ഇമ്പൾസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതിയാകും. ഫ്രം ടൈം t1 to t2 നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ടോട്ടൽ ഇമ്പൾസ് കിട്ടും. ഇമ്പൾസിൻ്റെ ഡയമെൻഷൻ, മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ mLT⁻⁻1 ആണ്. ഇമ്പൾസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൊമെൻറ്റത്തിൻ്റെ അതേ യൂണിറ്റ് തന്നെയാണ്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഡൈൻ സെക്കൻഡ് എന്ന് നമുക്ക് അതിൻ്റെ യൂണിറ്റ് പറയാം. ഇനി ഒരു ഫോഴ്സ് ടൈം ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെന്ന് കരുതുക. ഒരു ഫോഴ്സ് ടൈം ഗ്രാഫ്, y ആക്സിസിൽ ഫോഴ്സ്, x ആക്സിസിൽ ടൈമും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുന്നു. ഈ FT ഗ്രാഫിൻ്റെ ഏരിയ നമുക്ക് എന്ത് തരും? ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ F ×
ഇവിടുത്തെ ടൈമാണ്. നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് ആണ്. അപ്പോൾ ഒരു ഫോഴ്സ് ടൈം ഗ്രാഫിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇമ്പൾസ് ആയിരിക്കും. ന്യൂട്ടൺസ് തേർഡ് ലോ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ലോയാണ്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമുക്ക് കാണാതെ അറിയാം, ടു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മുടെ റിയൽ ലൈഫിലേക്ക് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ലോ കൂടിയാണിത്. ന്യൂട്ടൻ്റെ തേർഡ് ലോ, ടു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതായത് ഏതൊരു ഫോഴ്സിനും അതിൻ്റെ ഒരു കൗണ്ടർ പെയർ ഉണ്ടാകും. ഒരിക്കലും ഒരു ഐസൊലേറ്റഡ് ഫോഴ്സ് പോസിബിൾ അല്ല. ഒരിക്കലും ഫോഴ്സ് നമ്മുടെ നേച്ചറിൽ ഐസൊലേറ്റഡ് ആയി കാണപ്പെടില്ല. ഏതൊരു ഫോഴ്സിനും തുല്യവും വിപരീതമായ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ കൂടി ഉണ്ടാവും. ഒരു ബോഡി മറ്റൊരാളുടെ പുറത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ രണ്ടാമത്തെ ബോഡി തിരിച്ചും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ പെയർ ഓഫ് ഫോഴ്സിലെ ഒരാളെ നമ്മൾ ആക്ഷനായി കണക്കാക്കിയാൽ അതിൻ്റെ കൗണ്ടർ പാർട്ടിനെ നമുക്ക് റിയാക്ഷനായി കണക്കാക്കാം. പക്ഷെ ഒരിക്കലും ഈ ആക്ഷനും റിയാക്ഷനും സെയിം ബോഡിയുടെ പുറത്തല്ല ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആക്ഷൻ റിയാക്ഷൻ പെയർ ഒരിക്കലും ക്യാൻസൽ ആവുകയില്ല. ഈ രണ്ട് ഫോഴ്സുകളിൽ ആക്ഷൻ റിയാക്ഷൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഒരാളെ ആക്ഷനായി എടുത്താൽ മറ്റേ ആൾ റിയാക്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഇന്നയാളെ ആക്ഷനായിട്ട് എടുക്കണം, അപ്പോൾ ഇന്നയാൾ റിയാക്ഷൻ, അങ്ങനെയില്ല. ഇതിൽ ആര് വേണമെങ്കിലും ആക്ഷൻ ആവാം, ആര് വേണമെങ്കിലും റിയാക്ഷനും ആവാം. അപ്പോൾ ഇത് ആക്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ബോഡികളിലായതുകൊണ്ട് തന്നെ അത് ക്യാൻസലായി പോകുന്നില്ല. രണ്ട് ബോഡികൾ എ ആൻഡ് ബി, ഇവർ പരസ്പരം ഫോഴ്സ് എക്സേർട്ട് ചെയ്യാണ്. എയുടെ പുറത്ത് ബി ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു, അതുപോലെ ബിയുടെ പുറത്ത് തിരിച്ച് എയും ഫോഴ്സ് എക്സേർട്ട് ചെയ്യാണ്. അങ്ങനെയെങ്കിൽ ഫോഴ്സ് ഓൺ എ ഡ്യൂ ടു ബി ഈക്വൽ ടു മൈനസ് ഓഫ് ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു എ. അതായത് രണ്ടുപേരുടെയും ഫോഴ്സുകൾ മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വലുമാണ്, അതുപോലെ തന്നെ അവരുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റുമാണ്. അപ്പോൾ ന്യൂട്ടൻ്റെ തേർഡ് ലോ നമുക്ക് ഇങ്ങനെ പറയാം, എഫ് എ ബി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ബി എ. ന്യൂട്ടൻ്റെ തേർഡ് ലോയുടെ ആപ്ലിക്കേഷൻസ് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുള്ളതാണ്. റീകോയിൽ ഓഫ് എ ഗൺ, നമ്മൾ ഒരു ഗൺ ഉപയോഗിച്ച് ബുള്ളറ്റ് ഫയർ ചെയ്യുകയാണെങ്കിൽ ബുള്ളറ്റ് ഫ്രണ്ടിലേക്ക് പോവുകയും നമ്മുടെ ഗൺ പുറകിലേക്ക് റീകോയിൽ ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇത് ന്യൂട്ടൻ്റെ തേർഡ് ലോയുടെ ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ റോക്കറ്റ് പ്രൊപ്പൽഷന് പിന്നിലുള്ള തത്വം എന്താണ്, പ്രിൻസിപ്പിൾ എന്താണ്? അവിടെ എക്സോസ്റ്റ് അവിടെ ബേൺ ചെയ്ത് താഴേക്ക് പോകുന്ന ശക്തിയായിട്ട് പോകുമ്പോൾ അതിൻ്റെ റിയാക്ഷനായിട്ട് മുകളിലേക്ക് ആര് പോകുന്നു, റോക്കറ്റ് പ്രൊപ്പൽ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ന്യൂട്ടൻ്റെ തേർഡ് ലോയുടെ ആപ്ലിക്കേഷൻസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് നോക്കാം ലീനിയർ മൊമെൻറ്റവും ഫോഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്. നമുക്കറിയാം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പറയുന്നു, ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം എഫ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഡി പി ഡിവൈഡഡ് ബൈ ഡി ടി ആണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിന് പ്രൊപ്പോർഷണൽ ആണ്, എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഒരു സിസ്റ്റത്തിൻ്റെ പുറത്ത് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നില്ല എന്ന് കരുതുക. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ പുറത്ത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് 0 അല്ലേ, നമ്മൾ ഫോഴ്സ് ഒന്നും തന്നെ അപ്ലൈ ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 അനുസരിച്ച് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം അഥവാ ഡി പി ബൈ ഡി ടി ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പോൾ നോക്കി, മൊമെൻറ്റത്തിൻ്റെ ടൈം ഡെറിവേറ്റീവ് നമുക്ക് 0 കിട്ടിയെങ്കിൽ മൊമെൻറ്റം ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം. സോ പി ഇസ് എ കോൺസ്റ്റൻ്റ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഇവിടെ നിന്ന് പറയാം, ഒരു സിസ്റ്റത്തിൻ്റെ പുറത്ത് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നില്ല എങ്കിൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ടോട്ടൽ ലീനിയർ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇതാണ് നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ആയിട്ട് പറയുക. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റം എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സുകളൊന്നും തന്നെ കിട്ടാത്ത സിസ്റ്റം. അപ്പോൾ ഫോഴ്സ് 0 ആയാൽ ടോട്ടൽ മൊമെൻറ്റം എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ റീകോയിൽ ഓഫ് ഗണ്ണിനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫയറിങ്ങിൻ്റെ കേസ് പറയുമ്പോൾ നമ്മുടെ ഗണ്ണിൽ നിന്ന് നമ്മൾ ഫയർ ചെയ്യുകയാണ്. ഇനിഷ്യലി നമ്മുടെ ഗണ്ണിൻ്റെ ഉള്ളിലാണ് ബുള്ളറ്റ് ഇരിക്കുക, രണ്ടുപേരും റെസ്റ്റിലായതുകൊണ്ട് തന്നെ അവരുടെ ടോട്ടൽ മൊമെൻറ്റം 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ഫയറിങ്ങിൻ്റെ ഇനിഷ്യൽ കണ്ടീഷൻ നമ്മൾ പറഞ്ഞാൽ ഇനിഷ്യലി ഇവർ രണ്ടുപേരും റെസ്റ്റിലാണ്. ആരൊക്കെയാണ്? ബുള്ളറ്റും അതുപോലെ തന്നെ ഗണ്ണും റെസ്റ്റിലാണ്. അപ്പോൾ അവരുടെ ടോട്ടൽ മൊമെൻറ്റം ഇനിഷ്യലി എത്രയാണ്? അത് 0 ആണ്. ഇതാണ് ഇനിഷ്യൽ മൊമെൻറ്റം. ഇനി ഫയർ ചെയ്തതിന് ശേഷം രണ്ടുപേർക്കും മൊമെൻറ്റം ഉണ്ട്. ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം എം ബി ഇൻറ്റു വി ബി, മാസ് ഇൻറ്റു വെലോസിറ്റി. ഗണ്ണിൻ്റേതാണെങ്കിൽ എം ജി ഇൻറ്റു വി ജി. അങ്ങനെയെങ്കിൽ ഫൈനൽ മൊമെൻറ്റം എത്രയാണ്? സം ഇവരുടെ ഫൈനൽ മൊമെൻറ്റം എന്ന് പറയുന്നത് ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം എം ബി വി ബി പ്ലസ് എം ജി വി ജി. അപ്പോൾ ഫൈനൽ മൊമെൻറ്റം രണ്ടുപേരുടെ മൊമെൻറ്റത്തിൻ്റെ സമ്മാണ്. കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അനുസരിച്ച് ഇനിഷ്യൽ മൊമെൻറ്റം തന്നെ ആയിരിക്കണം ഫൈനൽ മൊമെൻറ്റം. അങ്ങനെയെങ്കിൽ എം ബി വി ബി പ്ലസ് എം ജി വി ജി തന്നെ ആയിരിക്കണം 0. അപ്പോൾ നമുക്ക് എഴുതേണ്ടി വരും എം ബി വി ബി, അതായത് മൊമെൻറ്റം ഓഫ് അവർ ബുള്ളറ്റ് ഈസ് ഈക്വൽ ടു എം ജി വി ജി. കണ്ടോ, എം ബി വി ബി പ്ലസ് എം ജി വി ജി ഈക്വൽ ടു 0 ആണ്. അങ്ങനെയെങ്കിൽ എം ബി വി ബി ഈക്വൽ ടു മൈനസ് എം ജി വി ജി. ആ മൈനസ് എന്തിനാണ് സിഗ്നിഫൈ ചെയ്യുക എന്ന് ചോദിച്ചാൽ രണ്ട് മൊമെൻറ്റങ്ങളും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം ഇങ്ങോട്ടാണെങ്കിൽ ഗൺ റീകോയിൽ ചെയ്യുന്നത് പുറകിലേക്കായിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് വെലോസിറ്റി ഓഫ് ഗൺ ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. വെലോസിറ്റി ഓഫ് ദിസ് ഗൺ ഈസ് ഈക്വൽ ടു മൈനസ് എം ബി
VB ഡിവൈഡഡ് ബൈ mg ആയിരിക്കും. ഈ വെലോസിറ്റി നമ്മൾ വിളിക്കുന്ന പേരാണ് റീകോയിൽ വെലോസിറ്റി. അതുപോലെ തന്നെ ബുള്ളറ്റിൻ്റെ വെലോസിറ്റി വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് നമ്മൾ മസിൽ വെലോസിറ്റി എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ ബുള്ളറ്റ് ഗൺ പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ അവിടുത്തെ റീകോയിൽ വെലോസിറ്റി നമുക്ക് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മസിൽ വെലോസിറ്റിയാണ് ചോദ്യമെങ്കിൽ ബുള്ളറ്റിൻ്റെ സ്പീഡ് ഇതിൽ നിന്ന് സോൾവ് ചെയ്താലും മതി. മെക്കാനിക്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില പ്രോബ്ലങ്ങൾ ചോദിക്കുമ്പോൾ ഒരു ആക്ച്വൽ പ്രോബ്ലം അവർ സ്റ്റേറ്റ് ചെയ്തിരിക്കും. അതിനെ നമ്മളൊരു ഡയഗ്രത്തിലേക്ക് മാറ്റി ആ ഡയഗ്രത്തിലെ ഫോഴ്സുകൾ നമ്മൾ മാർക്ക് ചെയ്ത് ആ ഫോഴ്സിനെ റിസോൾവ് ചെയ്യുകയായിരിക്കും അതിൻ്റെ ഒരു വഴി. അപ്പോൾ നമുക്ക് എപ്പോഴും ആ ആക്ച്വൽ ക്വസ്റ്റിനെ നമുക്ക് അതുപോലെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചില സിമ്പിൾ ആയിട്ടുള്ള ഡയഗ്രങ്ങൾ ഉപയോഗിച്ച് അതിനെ റെപ്രസെൻറ്റ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ ബോഡി ഡയഗ്രാം അഥവാ FBD. ഉദാഹരണത്തിന് ഇങ്ങനെയാണ്: എ ബ്ലോക്ക് ഓഫ് മാസ് 10 കിലോഗ്രാം ഈസ് പ്ലേസ്ഡ് ഓൺ എ ഹൊറിസോണ്ടൽ സർഫസ്. ഇങ്ങനെയാണ് ക്വസ്റ്റിൽ പറയുന്നതെങ്കിൽ നമുക്കറിയാം ഹൊറിസോണ്ടൽ സർഫസ് ഉണ്ട്. ആ ഹൊറിസോണ്ടൽ സർഫസിൻ്റെ പുറത്ത് ഒരു ബ്ലോക്കിനെ നമ്മൾ വെച്ചിരിക്കുന്നു. ബ്ലോക്കിൻ്റെ മാസ് m = 10 kg എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡയഗ്രത്തെ വിളിക്കുന്ന പേരാണ് ഫ്രീ ബോഡി ഡയഗ്രാം അഥവാ FBD, ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പോൾ നമുക്ക് നോക്കാം റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരുന്ന ഫോഴ്സുകൾ. ചില സാഹചര്യങ്ങളിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരുന്ന ഫോഴ്സുകൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഈ ബോഡിക്ക് മാസ് ഉണ്ട്. മാസ്സുള്ള എല്ലാ ബോഡികൾക്കും വെയിറ്റ് ഉണ്ടാകും. വെയിറ്റ് എപ്പോഴും വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിരിക്കും. അപ്പോൾ വെയിറ്റ് നമുക്ക് താഴേക്ക് mg. ഏതൊരു ബോഡിയും ഒരു സർഫസിൽ ഇരിക്കുമ്പോൾ ആ സർഫസുമായി കോണ്ടാക്റ്റ് വരുന്ന സ്ഥലത്ത് ഒരു നോർമൽ റിയാക്ഷൻ കിട്ടും അഥവാ നോർമൽ ഫോഴ്സ് കിട്ടും. അപ്പോൾ നോക്കി, ഇവിടെ ഇരിക്കുന്നത് ഈ ഹൊറിസോണ്ടൽ സർഫസിലാണ്. ഈ സർഫസിന് പെർപെൻഡിക്കുലറായി ഒരു ഫോഴ്സ് കിട്ടണം. അതിനെയാണ് നമ്മൾ നോർമൽ ഫോഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ നോർമൽ ഫോഴ്സ് ഇതാ മുകളിലേക്ക് ഉണ്ടാകുന്നു. അപ്പോൾ ഏതൊരു ബോഡിക്കും മാസ് ഉണ്ടെങ്കിൽ mg വെയിറ്റ് താഴേക്ക്, അതിൻ്റെ നോർമൽ റിയാക്ഷൻ മുകളിലേക്ക്. ഇനി നോക്കാം മറ്റൊരു ബോഡി. ഇവിടെ V ഷേപ്പിലുള്ള ഒരു സർഫസിൽ ഒരു സ്ഫെറിക്കൽ ബോൾ ഇരിക്കുകയാണെന്ന് കരുതുക, ഒരു സ്ഫിയർ ഇരിക്കുകയാണെന്ന് കരുതുക. ഇയാളുടെ മാസ് m ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം, ഈ സർഫസിലാണ് ഇരിക്കുക. V ഷേപ്പിലുള്ളൊരു സർഫസാണ്. ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം നമ്മൾ നോക്കിയാൽ ഫോഴ്സുകൾ മാർക്ക് ചെയ്യാൻ പോവാണ്. മാസ് ഉള്ളത് കൊണ്ട് തന്നെ വെയിറ്റ് എപ്പോഴും വെർട്ടിക്കലി ഡൗൺവേർഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു mg. ഇനി ഏതൊക്കെ സർഫസുകളാണോ അയാളെ താങ്ങി നിർത്തിയിരിക്കുന്നത്, സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അവിടെയെല്ലാം സർഫസിന് പെർപെൻഡിക്കുലറായി നോർമൽ റിയാക്ഷൻ ഉണ്ടാവണം. അപ്പോൾ നോക്കി, ഇവിടെ ഈ സർഫസുമായി കോണ്ടാക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ സർഫസിന് പെർപെൻഡിക്കുലറായി ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവണം ഇങ്ങോട്ട്. അതുപോലെ തന്നെ ഇവിടെയും സർഫസുമായി കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ സർഫസിന് പെർപെൻഡിക്കുലറായി നോർമൽ റിയാക്ഷൻ ഇങ്ങോട്ടുണ്ടാവണം. അപ്പോൾ നോക്കി, നമ്മുടെ സ്ഫിയറിൻ്റെ പുറത്ത് കിട്ടുന്ന ആ 3 ഫോഴ്സുകൾ കണ്ടോ? വെയിറ്റ് mg താഴേക്ക്, ആദ്യത്തെ സർഫസ് കൊടുക്കുന്ന നോർമൽ റിയാക്ഷൻ N1 ഇങ്ങോട്ട്, രണ്ടാമത്തെ സർഫസ് കൊടുക്കുന്ന ഫോഴ്സ് N2 ഇങ്ങോട്ട്. അപ്പോൾ നെറ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവരുടെ വെക്ടർ സം എടുത്താൽ മതിയാകും. ഇനി നമ്മൾ മെക്കാനിക്സിൽ സാധാരണ കാണുന്ന മറ്റൊരു ടൈപ്പാണ് വെഡ്ജിൻ്റെ പുറത്ത് ഒരു ബ്ലോക്ക് ഇരിക്കുകയാണ്. ഒരു ചരിഞ്ഞ പ്രതലത്തിൽ θ ഡിഗ്രി ഇൻക്ലൈൻ ചെയ്ത് m മാസുള്ള ഒരു ബോഡി ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ നമുക്ക് നോക്കണം. അപ്പോൾ നമുക്കറിയാം ഏതൊരു ബോഡിക്ക് മാസ് ഉണ്ടെങ്കിൽ വെയിറ്റ് mg താഴേക്കാണ്. അപ്പോൾ ഇവിടെയും വെയിറ്റ് mg നേരെ താഴേക്ക് തന്നെ, ഇത് mg. ഇനി ഏത് സർഫസിലാണോ കോണ്ടാക്റ്റ് വരുന്നത് അവിടെ പെർപെൻഡിക്കുലറായി ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ഇൻക്ലൈൻ സർഫസ് ഇതാണ്, അതിന് പെർപെൻഡിക്കുലറായി ഒരു റിയാക്ഷൻ ഉണ്ടാവണം. അപ്പോൾ നോർമൽ റിയാക്ഷൻ ഇതാ നേരെ മുകളിലേക്കാണ്. അപ്പോൾ 2 ഫോഴ്സുകൾ നമുക്കിങ്ങനെ കിട്ടി. ഒന്ന് നോർമൽ റിയാക്ഷൻ N-ഉം മറ്റൊന്ന് mg താഴേക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഫോഴ്സുകളെ അതിന് ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ ഒക്കെ കണ്ടുപിടിക്കേണ്ടി വരുമെങ്കിൽ നമുക്ക് അവരെ റിസോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ റിസോൾവ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് അവരെ നമുക്ക് ബാലൻസ് ചെയ്യാം. അതുപോലെ വെർട്ടിക്കൽ ഡയറക്ഷനിലേക്കുള്ള ഫോഴ്സുകളെ നമുക്ക് ബാലൻസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് mg എന്ന് പറയുന്ന ഫോഴ്സിനെ ബാലൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് അതിനെ റിസോൾവ് ചെയ്യണം. റിസോൾവ് ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുക, ഈ വെഡ്ജിൻ്റെ ഇവിടുത്തെ ആംഗിൾ θ ആണെങ്കിൽ സർഫസിന് പാരലലായി വരുന്ന കമ്പോണൻ്റ് എപ്പോഴും mgയുടെ സൈൻ θ കമ്പോണൻ്റ് ആയിരിക്കും. mg സൈൻ θ. അതുപോലെ ഈ കമ്പോണൻ്റ് mg കോസ് θയുമാണ്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ നോക്കുമ്പോൾ അറിയാം, ഈ ബോഡി ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ വെർട്ടിക്കലി നോർമൽ റിയാക്ഷനും mg കോസ് θയും ഈക്വൽ ആയിരിക്കണം. n = mg കോസ് θ. ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ഇതാണ്. ഇത് ബാലൻസ്ഡ് ആണെങ്കിൽ മീൻസ് അത് മൂവ് ചെയ്യുന്നില്ല, അത് ഇക്വിലിബ്രിയത്തിൽ അവിടെ ഇരിക്കുകയാണെങ്കിൽ n = mg കോസ് θ. ഇനി mg സൈൻ θ എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ എഫക്റ്റ് കൊണ്ട് ഈ ബ്ലോക്ക് താഴേക്ക് ഉരുണ്ട് വരാൻ ശ്രമിക്കും, നിരങ്ങി വരാൻ ശ്രമിക്കും, സ്ലൈഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടുണ്ടെങ്കിൽ, ഇങ്ങോട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് എങ്കിൽ നമുക്ക് പറയാം ഫ്രിക്ഷണൽ ഫോഴ്സ് ആരെ ബാലൻസ് ചെയ്യുന്നു? താഴേക്കുള്ള mg സൈൻ θയെ ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എഴുതാൻ പറ്റും ഫ്രിക്ഷണൽ ഫോഴ്സ് = mg സൈൻ θ.
അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. ഓർക്കുക, ഇൻക്ലൈൻഡ് സർഫസിലാണ് ഇരിക്കുന്നതെങ്കിൽ എം ജി എപ്പോഴും വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. നോർമൽ റിയാക്ഷൻ ഇരിക്കുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. അവിടെ നമുക്ക് റിസോൾവ് ചെയ്യാം എം ജി എ. അപ്പോൾ നമ്മുടെ വെഡ്ജിന്റെ സൈഡിന് പാരലായി വരുന്ന കമ്പോണന്റ് എപ്പോഴും എം ജി സൈൻ തീറ്റ കമ്പോണന്റ് ആയിരിക്കും. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ ചില സാഹചര്യങ്ങൾ, ചില സിറ്റുവേഷനുകളാണ് ഇവിടെ കൊടുത്തിരിക്കുക. അപ്പോൾ ഓരോ കേസായിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഒന്നാമത് കണ്ടോ, ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, ബോഡി റിമൈൻസ് അറ്റ് റെസ്റ്റ്. ഹിയർ ഫോഴ്സ് ഈസ് ട്രൈങ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഇവിടെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ബോഡിയുടെ സ്റ്റേറ്റ് റെസ്റ്റിൽ നിന്ന് ചേഞ്ച് ചെയ്യിക്കാനായിട്ട് ആ ഫോഴ്സ് ശ്രമിക്കുകയാണ്. ഈ രണ്ടാമത്തെ കേസിൽ കണ്ടോ, ഇനിഷ്യലി അത് റെസ്റ്റിലായിരുന്നു, ബോഡി സ്റ്റാർട്ട്സ് മൂവിങ്. ഹിയർ ഫോഴ്സ് ചേഞ്ചസ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. അപ്പോൾ ഇവിടെ ഫോഴ്സ് അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു. ഇവിടെയാണെങ്കിൽ വെലോസിറ്റി കണ്ടോ ഉണ്ടാവാൻ തുടങ്ങി, അതായത് ബോഡി മൂവ് ചെയ്ത് തുടങ്ങി. അടുത്തത് കണ്ടോ, ഇൻ എ സ്മോൾ ഇന്റർവൽ ഓഫ് ടൈം ഫോഴ്സ് ഇൻക്രീസസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് മോഷൻ റിമൈൻ സെയിം. അപ്പോൾ ഇനിഷ്യലി നമ്മൾ ഫോഴ്സ് കൊടുക്കാൻ ശ്രമിച്ചു, ഫോഴ്സ് കൊടുത്തു, ഇവിടെ ഫോഴ്സ് ഈ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ചില സിറ്റുവേഷൻസ് ആണ് കൊടുത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്കിത് വായിച്ചു നോക്കിയാൽ ഇത് ഓരോന്നും മനസ്സിലാവും. വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കുക. ഇവിടെ കണ്ടോ, സർക്കുലാർ മോഷനാണ്. സർക്കുലാർ പാത്തിൽ റിവോൾവ് ചെയ്യുമ്പോൾ യൂണിഫോം സർക്കുലാർ മോഷനിൽ വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആണ്, ടാൻജൻഷ്യൽ ആണ്, മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നു. ഫോഴ്സ് എപ്പോഴും ടുവേർഡ്സ് ദ സെന്റർ കോൾഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. അതുപോലെ തന്നെയാണ് ഒരു പ്രൊജക്ടൈലിൻ്റെ കേസിലും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് ഈ സിറ്റുവേഷൻസ് ഓരോന്നായിട്ട് നോക്കി മനസ്സിലാക്കാം. നമുക്കറിയാം മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഒരു ബോഡിയുടെ മാറ്ററിൻ്റെ ടോട്ടൽ അളവിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുക. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. എന്നാൽ ഒരു ബോഡിയുടെ പുറത്ത് എർത്ത് എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ ആ ബോഡിയുടെ വെയിറ്റ് ആയി കണക്കാക്കുക. അപ്പോൾ നമുക്കറിയാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതിന് ഡയറക്ഷൻ ഉണ്ട്. എന്നാൽ മാസ് ആണെങ്കിലോ അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, അതിന് ഡയറക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ എം മാസുള്ള ഒരു ബോഡിയുടെ വെയിറ്റ് W = mg ആണ്. വെയിറ്റ് ഓഫ് എ ബോഡി എപ്പോഴും എങ്ങോട്ടായിരിക്കും ആക്ടിങ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടാണോ ആ ഡയറക്ഷനിലേക്കായിരിക്കും എപ്പോഴും വെയിറ്റ് ആക്ട് ചെയ്യുക. ഇനി എന്താണ് അപ്പാരന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ? ഏതെങ്കിലും ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ബോഡിയുടെ നമ്മൾ എയറിൽ വെച്ച് മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്നതല്ലാതെ ഒരു വെയിറ്റ് കിട്ടിയാൽ അതിനെ നമുക്ക് അപ്പാരന്റ് വെയിറ്റ് എന്ന് വിളിക്കാം. ഉദാഹരണത്തിന് ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് കരുതുക. ഈ ബ്ലോക്കിൻ്റെ മാസ് 10 കിലോഗ്രാം ആണ്. ബ്ലോക്കിൻ്റെ മാസ് 10 കിലോഗ്രാം ആണെങ്കിൽ അതിൻ്റെ വെയിറ്റ് എത്ര വരും? വെയിറ്റ് mg ആണ്. ജിയുടെ വാല്യൂ കൂടി 10 എന്ന് കൊടുത്താൽ നമുക്കിത് 100 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ഒരു ബോഡി നമ്മൾ എയറിൽ വെച്ച് മെഷർ ചെയ്തപ്പോൾ അയാളുടെ വെയിറ്റ് 100 ന്യൂട്ടൺ എന്ന് കിട്ടി. ഒരു ബോഡിയുടെ വെയിറ്റ് നമ്മൾ അളക്കുന്നത് ഏത് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചാണെന്ന് ചോദിച്ചാൽ സ്പ്രിംഗ് ബാലൻസ് ആണ്. എന്നാൽ മാസ് ആണെങ്കിലോ കോമൺ ബാലൻസ് ഉപയോഗിച്ചാണ് മെഷർ ചെയ്യുക. അപ്പോൾ നമ്മളൊരു സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് മെഷർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് വെയിറ്റ് = 100 ന്യൂട്ടൺ. ഇതേ ബോഡിയെ നമ്മളൊരു ലിക്വിഡിലേക്ക് ഇമേഴ്സ് ചെയ്യാണ്. ഒരു ബീക്കറിൽ എടുത്തിരിക്കുന്ന ലിക്വിഡിലേക്ക് നമ്മൾ ഇമേഴ്സ് ചെയ്തു. അങ്ങനെ ഇമേഴ്സ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. അതിൻ്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി 50 ന്യൂട്ടൺ. അപ്പോൾ നോക്കി, ഈ ബോഡി എയറിലിരുന്നപ്പോൾ വെയിറ്റ് 100 ന്യൂട്ടൺ ആണ്. അത് ലിക്വിഡിലേക്ക് ഒരു പ്രത്യേക സിറ്റുവേഷനിലേക്ക് മാറിയപ്പോൾ അയാളുടെ വെയിറ്റ് 50 ന്യൂട്ടൺ ആയി മാറി. ഇത് അതിൻ്റെ ആക്ച്വൽ വെയിറ്റ് അല്ല. ആ വെയിറ്റിനെയാണ് നമ്മൾ അപ്പാരന്റ് വെയിറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു ബോഡിയെ നമ്മൾ എയറിൽ വെച്ച് നോക്കുമ്പോൾ കിട്ടുന്ന അയാളുടെ വെയിറ്റിനെയാണ് നമ്മൾ അതിൻ്റെ ആക്ച്വൽ വെയിറ്റ് ആയിട്ട് കണക്കാക്കുക. എന്നാൽ മറ്റൊരു സിറ്റുവേഷനിൽ അയാൾക്ക് കിട്ടുന്ന ഇതല്ലാത്ത ഈ ശരിയല്ലാത്ത വെയിറ്റിനെയാണ് നമ്മൾ അതിൻ്റെ അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്, അപ്പാരന്റ് വെയിറ്റ് ഇൻ ലിഫ്റ്റ്. ഇപ്പോൾ നമുക്ക് അപ്പാരന്റ് വെയിറ്റ് എന്താണെന്ന് അറിയാം. ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ബോഡിക്ക് എക്സേർട്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അനുഭവപ്പെടുന്ന എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന വെയിറ്റിനെയാണ് നമ്മൾ അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുക. അത് അദ്ദേഹത്തിൻ്റെ ആക്ച്വൽ വെയിറ്റ് ആയിരിക്കില്ല. അപ്പോൾ നോക്കി, ഇവിടെ ഒരു ലിഫ്റ്റിൻ്റെ ക്യാബിൻ ഉണ്ടെന്ന് കരുതുക. ആ ലിഫ്റ്റിൻ്റെ ക്യാബിൻ ഒരു മാസ്ലെസ് ആണെന്ന് കരുതുക. അതിന് മാസില്ല. അതിൻ്റെ ഉള്ളിൽ എം മാസുള്ള ഒരാൾ നിൽക്കുകയാണ്. അയാൾ നിൽക്കുന്നത് ഒരു വെയിങ് മെഷീൻ്റെ പുറത്താണ്. അയാളുടെ വെയിറ്റ് നോക്കാനായിട്ട് ഒരു വെയിങ് മെഷീൻ്റെ പുറത്ത് നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ അയാളുടെ പുറത്ത് ആക്ട് ചെയ്യുന്ന വേരിയസ് ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കി, എന്തായാലും അയാൾക്ക് മാസ് ഉള്ളതുകൊണ്ട് തന്നെ വെയിറ്റ് mg താഴേക്കാണ്. ഇനി അയാൾ താങ്ങി നിർത്തുന്നത് ആ വെയിങ് മെഷീൻ്റെ സർഫസ് ആയതുകൊണ്ട് അത് മുകളിലേക്ക് എപ്പോഴും ഒരു നോർമൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യും. നമുക്കറിയാം, ഏതൊരു ബോഡിയും ഒരു സർഫസ് താങ്ങി നിർത്തണമെങ്കിൽ ഒരു നോർമൽ റിയാക്ഷൻ മുകളിലേക്ക് ഉണ്ടാവണം. അപ്പോൾ വെയിറ്റ് mg താഴേക്കാണ്, നോർമൽ റിയാക്ഷൻ നേരെ മുകളിലേക്കാണ്. ഈ രണ്ട് ഫോഴ്സുകളാണ് ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ലിഫ്റ്റ് മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുകയാണെന്ന് കരുതുക. ലിഫ്റ്റ് മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ബോഡി ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പുറത്തൊരു ഫോഴ്സ് കിട്ടിയിട്ടുണ്ടാവണം.
അപ്പോൾ നോക്കിയാൽ രണ്ട് ഫോഴ്സുകൾ, ഒരു ഫോഴ്സ് മുകളിലേക്ക് മറ്റൊരു ഫോഴ്സ് താഴേക്ക്. പക്ഷേ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് മൂവ് ചെയ്തത് മുകളിലേക്കുള്ള ഫോഴ്സിൻ്റെ ഡയറക്ഷനിലാണ്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ഫോഴ്സുകളിൽ വലിയ ഫോഴ്സ് ആരായിരിക്കണം? മുകളിലേക്കുള്ള നോർമൽ റിയാക്ഷൻ ആയിരിക്കണം. ഒന്നുകൂടി പറയുന്നു, ഈ ബോഡിയുടെ പുറത്ത് രണ്ട് ഫോഴ്സുകളുണ്ട്. ഒന്ന് നോർമൽ റിയാക്ഷൻ മുകളിലേക്ക്, വെയിറ്റ് താഴേക്ക്. ഈ രണ്ട് ഫോഴ്സും കൂടി ചേർന്നപ്പോൾ കിട്ടിയ റിസൾട്ടന്റ് ഫോഴ്സ് ഉപയോഗിച്ച് ഈ സിസ്റ്റം മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൽ വലിയ ഫോഴ്സ് n അല്ലേ? അപ്പോൾ നെറ്റ് ഫോഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഓപ്പോസിറ്റ് ആയതുകൊണ്ട് വലിയ ഫോഴ്സിൽ നിന്ന് ചെറിയ ഫോഴ്സ് നമുക്ക് മൈനസ് ചെയ്യാം. നോർമൽ റിയാക്ഷനിൽ നിന്ന് വെയിറ്റ് നമുക്ക് മൈനസ് ചെയ്യാം. ഇതാണ് ആ സിസ്റ്റത്തിൻ്റെ പുറത്ത് കിട്ടിയ റിസൾട്ടന്റ് ഫോഴ്സ്. നോക്കാം, ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മാസ് ഈ ആളിൻ്റെ മാസാണ്, അത് m ആണ്. അത് പോയ ആക്സിലറേഷൻ a ആണ്. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ പുറത്ത് കിട്ടിയ ഫോഴ്സ് എന്ന് പറയുന്നത് ma ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഈ ബോഡിയുടെ പുറത്ത് ആക്ട് ചെയ്ത രണ്ട് ഫോഴ്സുകൾ n ആൻഡ് mg, അതിൽ വലിയ ഫോഴ്സ് n ആണ്. സോ n മൈനസ് mg ആണ് നമ്മുടെ ma. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ n ക്യാൻ ബി റിട്ടൺ ആസ് n ഈസ് ഈക്വൽ ടു m ഇൻറ്റു g പ്ലസ് a. അതായത് ആക്ച്വൽ വെയിറ്റ് mg ആയിരുന്നു, ഇപ്പോൾ പ്ലസ് ഒരു എക്സ്ട്രാ ടൈം കൂടി വന്നു ma. അപ്പോൾ ഈ വെയിറ്റിനെ വിളിക്കുന്ന പേരാണ് അപ്പാരൻറ്റ് വെയിറ്റ്. ഇത് എപ്പോഴാണ് നമുക്ക് കിട്ടിയത്? ഈ ലിഫ്റ്റ് മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ ലിഫ്റ്റ് മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്താൽ ഒരാളുടെ വെയിറ്റ് അദ്ദേഹത്തിൻ്റെ ആക്ച്വൽ വെയിറ്റിനേക്കാൾ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബോഡിയുടെ വെയിറ്റ് കൂടുന്ന കണ്ടീഷൻ എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഒരു ലിഫ്റ്റ് മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്താൽ അയാളുടെ വെയിറ്റ് കൂടും. എത്ര കൂടി? ma എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് കൂടിയത്. ഇതേ കേസിൽ തന്നെ ഈ ലിഫ്റ്റ് ആക്സിലറേറ്റ് ചെയ്യുന്നത് താഴേക്കാണെന്ന് കരുതുക. അപ്പോൾ നോക്കി, ഇതിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സുകൾ, വെയിറ്റ് mg താഴേക്ക്, നോർമൽ റിയാക്ഷൻ മുകളിലേക്ക്. പക്ഷേ ഈ സിസ്റ്റം ഒന്നാകെ മൂവ് ചെയ്തത് mgയുടെ ഡയറക്ഷനിലാണ്, താഴേക്കാണ്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ഫോഴ്സുകളിലെ വലിയ ഫോഴ്സ് എന്ന് പറയുന്നത് mg ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇയാളുടെ പുറത്ത് കിട്ടിയ നെറ്റ് ഫോഴ്സ് നമുക്ക് എഴുതാം, വലിയ ഫോഴ്സ് താഴേക്ക് mg മൈനസ് മുകളിലേക്ക് കിട്ടിയ നോർമൽ റിയാക്ഷൻ. ഇത്രയും ഫോഴ്സ് കിട്ടിയപ്പോഴാണ് ഈ m മാസുള്ള ആൾക്ക് a എന്ന് പറയുന്ന ആക്സിലറേഷൻ കിട്ടിയത്. അങ്ങനെയെങ്കിൽ അയാളുടെ പുറത്ത് കിട്ടിയ നെറ്റ് ഫോഴ്സ് നമുക്ക് എഴുതിയാം ma. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ n എഴുതുവാണെങ്കിൽ n ഇസ് ഈക്വൽ ടു mg മൈനസ് ma. ഇപ്പോൾ കണ്ടോ, ആക്ച്വലി അയാളുടെ വെയിറ്റ് mg ആണ്, ഇപ്പോൾ നമുക്ക് കിട്ടിയ വെയിറ്റ് mg മൈനസ് ma ആണ്. അപ്പോൾ വെയിറ്റ് കുറഞ്ഞില്ലേ? അപ്പോൾ നോക്കി, ഒരു ബോഡി ലിഫ്റ്റിൽ താഴേക്ക് ആക്സിലറേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അയാളുടെ വെയിറ്റ് കുറയുന്നതായി കാണാം. ഈ വെയിറ്റിനെയാണ് നമ്മൾ അപ്പാരന്റ് വെയിറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ലിഫ്റ്റ് മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്താൽ വെയിറ്റ് കൂടും. എത്ര ഫാക്ടറായി? ma എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൂടും. ലിഫ്റ്റ് താഴേക്കാണ് ആക്സിലറേറ്റ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്പാരന്റ് വെയിറ്റ് കുറയുകയാണ് ചെയ്യുന്നത്, അത് mg മൈനസ് ma ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ലിഫ്റ്റിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും നേരം പറഞ്ഞത് മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്താൽ, അതുപോലെ താഴേക്ക് ആക്സിലറേറ്റ് ചെയ്തുള്ള കേസാണ് പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം, ഇത് പോകുന്നത് മുകളിലേക്ക് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് നമുക്ക് എഴുതാം n മൈനസ് mg. കാരണം രണ്ട് ഫോഴ്സുകൾ ഓപ്പോസിറ്റ് ആണ്, അപ്പോൾ നമുക്ക് n മൈനസ് mg എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു m ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം. ഈ സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ 0 അല്ലേ? കാരണം ഇത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല, അപ്പോൾ ആക്സിലറേഷൻ 0 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡ് 0 ആയിട്ട് കിട്ടുന്നു, അല്ലെങ്കിൽ n ഇസ് ഈക്വൽ ടു mg ആയി മാറും. അപ്പോൾ n എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പാരന്റ് വെയിറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ബോഡി ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന വെയിറ്റ് ആയിരുന്നു. അതിപ്പോൾ നമുക്ക് എത്രയും തന്നെ കിട്ടി? mg എന്ന് തന്നെ കിട്ടി, അതിൻ്റെ ആക്ച്വൽ വെയിറ്റ് അല്ലേ? അപ്പോൾ ഒരു ബോഡി ലിഫ്റ്റിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ അതിൻ്റെ ശരിക്കുള്ള വെയിറ്റ് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മുകളിലേക്കോ താഴേക്കോ പോവാം. ഇത് താഴേക്കായിരുന്നു പോകുന്നതെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, mg മൈനസ് n ഇസ് ഈക്വൽ ടു 0. അപ്പോഴും n ഇസ് ഈക്വൽ ടു mg തന്നെയായിരിക്കും. അപ്പോൾ നോക്കി, ഒരു ബോഡി ലിഫ്റ്റിൻ്റെ ഉള്ളിൽ ഒന്നുകിൽ അയാൾ റെസ്റ്റിലിരിക്കണം, മൂവ് ചെയ്യാതിരിക്കണം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മുകളിലേക്കോ താഴേക്കോ മൂവ് ചെയ്യണം. ഈ സാഹചര്യങ്ങളിലെല്ലാം അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആക്ച്വൽ വെയിറ്റ് ആയ mg തന്നെയാണ്. ഇനി മുകളിലേക്ക് ആക്സലറേറ്റ് ചെയ്താൽ വെയിറ്റ് കൂടുന്നതായി കണ്ടു, താഴേക്കാണ് ആക്സലറേറ്റ് ചെയ്യുന്നതെങ്കിൽ വെയിറ്റ് കുറയുന്നതായും കണ്ടു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞാൽ ലിഫ്റ്റിൻ്റെ ഉള്ളിലുള്ള കേസ്, ലിഫ്റ്റ് മുകളിലേക്ക് പോകുന്നു, താഴേക്ക് ആക്സലറേറ്റ് ചെയ്യുന്നു, കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോകുന്നു, റെസ്റ്റിലിരിക്കുന്നു. അതിൻ്റെ വിവിധങ്ങളായ കേസുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോർമൽ റിയാക്ഷൻ നമ്മൾ എന്നിന് പകരം r എന്ന ലെറ്ററാണ് ഉപയോഗിച്ചത്. ലിഫ്റ്റ് റെസ്റ്റിലാണെങ്കിൽ വെലോസിറ്റി ഇല്ല, ആക്സിലറേഷൻ ഇല്ല, അപ്പോൾ മുകളിലേക്കുള്ള റിയാക്ഷൻ തന്നെയാണ് mg. അപ്പോൾ അയാളുടെ അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള ആക്ച്വൽ വെയിറ്റ് തന്നെയായിരിക്കും. ഇനി നോക്കിയാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ അപ്പോഴും ആക്സിലറേഷൻ ഇല്ല, അപ്പോഴും r ഈക്വൽ ടു mg തന്നെയാണ്, ആക്ച്വൽ വെയിറ്റ് തന്നെയാണ് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് ഇതിൻ്റെ ഡിഫറെൻറ്റ് കേസുകൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. നോക്കാം, വീണ്ടും കാണാം. ലിഫ്റ്റ് ആക്സിലറേറ്റിംഗ് അപ്വേർഡ്, ലിഫ്റ്റ് മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ
വെയിറ്റ് കണ്ടോ, R = m × g + a ആണ്. അതുപോലെ തന്നെ ലിഫ്റ്റ് g എന്നുള്ളൊരു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് തുല്യമായ ആക്സലറേഷനാണ് പോകുന്നതെങ്കിൽ വെയിറ്റ് 2 ടൈംസ് ആയി മാറുന്നു. അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള കേസുകൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ പോസ് ചെയ്ത ശേഷം ഇത്രയും കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഒരു ബ്ലോക്ക് അതിൻ്റെ മാസ് m ആണ്. ആ ബ്ലോക്കിൻ്റെ പുറത്ത് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അയാൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ ആ ബോഡിയുടെ ആക്സിലറേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മളതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു ബ്ലോക്ക് നമ്മളൊരു ഹൊറിസോണ്ടൽ സർഫസിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബ്ലോക്കിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ ഒരു റെക്റ്റാങ്കിൾ, നമ്മളൊരു സ്ക്വയർ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ ബ്ലോക്കിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മാർക്ക് ചെയ്യണം. ഈ ബ്ലോക്കിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ്? അപ്പോൾ നമുക്കറിയാം, മാസ് m ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വെയിറ്റ് mg താഴേക്കുണ്ടാകും. അപ്പോൾ mg എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇതിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്നുണ്ട്, അത് നേരെ താഴേക്കാണ്. അതോടൊപ്പം തന്നെ ഈ ബ്ലോക്ക് സർഫസിലിരിക്കുമ്പോൾ സർഫസ് അതിനെ താങ്ങി നിർത്താൻ മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കണം. അതിനെ നമുക്ക് നോർമൽ റിയാക്ഷൻ എന്ന് വിളിക്കാം. നോർമലി ആക്ട് ചെയ്യുന്നത് കൊണ്ട് 90 ഡിഗ്രിയിലാണ് ഇത് സർഫസുമായി മേക്ക് ചെയ്യുക. അതുകൊണ്ട് ഇതിനെ നോർമൽ റിയാക്ഷൻ നമുക്ക് R എന്ന് പറയാം. ഇനി നോക്കി, ഈ ബോഡിയുടെ പുറത്ത് നമ്മൾ പുറത്തുനിന്ന് മറ്റൊരു ഫോഴ്സ് കൂടി കൊടുക്കുന്നു. അറ്റ് ആൻ ആംഗിൾ θ എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഫോഴ്സ് കൂടി കൊടുക്കുന്നു. ദിസ് ഫോഴ്സ് F ആക്ട് ചെയ്യുന്ന ആംഗിൾ ഇതാണ്, θ ഡിഗ്രി. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് കിട്ടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ക്വസ്റ്റ്യന് അനുസൃതമായിട്ടുള്ള ഒരു ഡയഗ്രം, നമ്മൾ ബ്ലോക്ക് ആവാം, പുള്ളി ആവാം, സ്ട്രിങ്സ് ആവാം, അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ വരച്ചതിന് ശേഷം ആ സിസ്റ്റത്തിൻ്റെ പുറത്ത് കിട്ടുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുക. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ ബോഡി ഡയഗ്രം. ഇങ്ങനെ ഫ്രീ ബോഡി ഡയഗ്രം വരച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെ എല്ലാം കൂടി റിസോൾവ് ചെയ്യുക. റിസോൾവ് ചെയ്ത ഫോഴ്സിനെ ന്യൂട്ടൻ്റെ F = ma എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത്രയും സ്റ്റെപ്പുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതുപോലെ ഏതൊരു ബ്ലോക്ക്, ഒരു സിസ്റ്റം നമുക്ക് കിട്ടിയാലും ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. ഒന്നാമത് ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുക. രണ്ടാമത് അതിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് മാർക്ക് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് അവരെ റിസോൾവ് ചെയ്ത് ന്യൂട്ടൻ്റെ ഇക്വേഷനോട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, ഇവിടുത്തെ ഫോഴ്സുകൾ ഏതൊക്കെയാണ്. mg വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. നോർമൽ റിയാക്ഷൻ വെർട്ടിക്കലി അപ്വേർഡ് ആണ്. അവിടെ ഇൻക്ലൈൻ ചെയ്ത് നിൽക്കുന്ന ഫോഴ്സ് നമ്മൾ എക്സേർട്ട് ചെയ്ത ഫോഴ്സാണ്. അപ്പോൾ ഓർക്കുക, നമുക്ക് ഫോഴ്സുകളെ എപ്പോഴും ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് റിസോൾവ് ചെയ്യണം. അപ്പോൾ ഇവിടെ ചരിഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഫോഴ്സ് എഫിനെ നമുക്ക് 2 കമ്പോണൻറ്റുകളായി റിസോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കറിയാം, വെക്റ്റർ റെസൊല്യൂഷൻ വെച്ചിട്ട് ഒരു കമ്പോണൻറ്റ് ഇങ്ങോട്ട്, ഒരു കമ്പോണൻറ്റ് നേരെ താഴേക്കാണ്. ഇത് തീറ്റയാണെങ്കിൽ ഇതേ ആംഗിൾ തീറ്റ തന്നെയാണ്. അപ്പോൾ ഈ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ് എഫിൻ്റെ കോസ് കമ്പോണൻറ്റ് F cos θ, താഴേക്കുള്ളത് F sin θ. അപ്പോൾ ഇത്രയും ഫോഴ്സുകളാണ് നമ്മുടെ ബ്ലോക്കിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം, ഈ ബ്ലോക്ക് അവിടെ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അത് മൂവ് ചെയ്യുന്നില്ല. വെർട്ടിക്കലി അപ്വേർഡോ ഡൗൺവേർഡോ മോഷൻ ഇല്ലാത്തത് കൊണ്ട് അത് വെർട്ടിക്കലി ഇക്വിലിബ്രിയത്തിലാണ്. എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെയെല്ലാം താഴേക്കുള്ള ഫോഴ്സുകൾ ബാലൻസ് ചെയ്യുന്നു. ഇവിടെ നോക്കിയാൽ വെർട്ടിക്കലി ഡയറക്ഷൻ അപ്വേർഡിലുള്ള ഒരേ ഒരു ഫോഴ്സ് R ആണ്. താഴേക്കുള്ള ഫോഴ്സുകൾ നോക്കിയാൽ mg താഴേക്കാണ്, F sin θയും താഴേക്കാണ്. അപ്പോൾ താഴേക്ക് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് mg + F sin θ. അതിനെ ബാലൻസ് ചെയ്യുന്നത് R ആണ്. ഇനി നോക്കൂ, ബോഡി മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ്, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F cos θ ആണ്. അപ്പോൾ ഈ ബോഡിയുടെ പുറത്ത് ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സ് ആര് മാത്രമാണ്? F cos θ. ഈ F cos θ ഫോഴ്സ് കിട്ടിയപ്പോൾ ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ടായി. അപ്പോൾ നമുക്ക് എഴുതാം F cos θ = ma. ന്യൂട്ടൻ്റെ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്തു. ഈ ഫോഴ്സുകൾ ബാലൻസ്ഡ് ആണ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ. ബോഡിക്ക് മൂവ്മെന്റ് ഉണ്ടായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. ആ ഫോഴ്സ് F cos θ ആണ്. ബോഡിയെ ചലിപ്പിച്ച ഫോഴ്സ് F cos θ ആണ്. അപ്പോൾ m മാസ് ഉള്ള ബോഡിക്ക് a എന്ന് പറയുന്ന ആക്സിലറേഷൻ ഉണ്ടായി. അങ്ങനെയെങ്കിൽ അവിടെ നമുക്ക് ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. a = F cos θ / m. അപ്പോൾ നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു കേസാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതേ മെത്തേഡാണ് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്ക് ഈ ബ്ലോക്ക് പുള്ളി സിസ്റ്റത്തിലെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റെപ്പുകൾ ഓർക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പ്, ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ അതിൻ്റെ FBD അഥവാ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഫോഴ്സുകളെല്ലാം നമ്മൾ റിസോൾവ് ചെയ്യണം. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ അതിനെ ന്യൂട്ടൻ്റെ ഇക്വേഷനോട് ഇക്വേറ്റ് ചെയ്യണം. അവിടെ നമുക്ക് ആക്സിലറേഷനോ ടെൻഷനോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഒരു ബ്ലോക്കിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയാം. നോക്കൂ, ഇവിടെ കാണിച്ചിരിക്കുന്ന ആദ്യത്തെ ഡയഗ്രത്തിൽ ബോഡിയുടെ മാസ് m
ആണ്, അതുകൊണ്ട് വെയിറ്റ് mg താഴേക്കുണ്ട്. ഇരിക്കുന്ന സർഫസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നോർമൽ റിയാക്ഷൻ r മുകളിലേക്കുണ്ട്. f നമ്മൾ എങ്ങോട്ടാണോ കൊടുത്തത് ആ ഡയറക്ഷനിലേക്ക് ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ടായി. അപ്പോൾ നമ്മുടെ ബോഡി m മാസിന് a ആക്സിലറേഷൻ ഉണ്ടാക്കിയ ഫോഴ്സ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന f ആണ്. അപ്പോൾ അവിടെ നിന്ന് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു f/m എന്ന് നമുക്ക് എഴുതാം. ഇനി തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു കേസാണ് ഇവിടെ കാണുന്നത്. m മാസുള്ള ഒരു ബ്ലോക്ക് ഹൊറിസോണ്ടൽ സർഫസിൽ അത് റെസ്റ്റിലിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ്? വെയിറ്റ് mg എപ്പോഴും വെർട്ടിക്കലി ഡൗൺവേർഡ്, അതുപോലെ തന്നെ നോർമൽ റിയാക്ഷൻ നേരെ മുകളിലേക്കാണ്. നമ്മൾ അതിനെ പുൾ ചെയ്യുന്നത് എങ്ങോട്ടാണ്, അല്ലെങ്കിൽ പുഷ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഒരു ഇൻക്ലിനേഷൻ തീറ്റയിലാണ് നമ്മൾ അതിനെ പുഷ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വീണ്ടും നോക്കുക, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ എഫിനെ നമുക്ക് റിസോൾവ് ചെയ്യുമ്പോൾ രണ്ട് കമ്പോണന്റുകൾ എഫ് കോസ് തീറ്റ, തീറ്റ ചേർന്ന് വരുന്ന കമ്പോണന്റ് എഫ് കോസ് തീറ്റ, വെർട്ടിക്കലി അപ്വേർഡ് കിട്ടുന്ന കമ്പോണന്റ് എഫ് സൈൻ തീറ്റ. അപ്പോൾ നോക്കി, നമ്മുടെ ബോഡിയെ മൂവ് ചെയ്യിപ്പിച്ചത് ആരാണ്? ഈ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോയ ഫോഴ്സ് കമ്പോണന്റ് ആയ എഫ് കോസ് തീറ്റയാണ്. അപ്പോൾ എഫ് കോസ് തീറ്റയെ നമുക്ക് ന്യൂട്ടന്റെ ഇക്വേഷനായ എം എയോട് ഇക്വേറ്റ് ചെയ്യാം. അവിടെ നിന്ന് ആക്സിലറേഷൻ കിട്ടുന്നു എഫ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എം. അപ്പോൾ ഏത് ബ്ലോക്ക് പ്രോബ്ലം കിട്ടിയാലും ചെയ്യേണ്ടത് ഇത്രയാണ്. അതിൻ്റെ പുറത്തുള്ള ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ സിസ്റ്റം മാത്രമേ നമ്മൾ മാർക്ക് ചെയ്യാവൂ. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ബോഡി നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഈ ബോഡിക്ക് കിട്ടിയ ആക്സിലറേഷനാണ് കണക്കാക്കേണ്ടതെങ്കിൽ ഓർക്കുക, ഫ്രീ ബോഡി ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യുന്ന ഫോഴ്സുകൾ എപ്പോഴും ഫോഴ്സസ് ഓൺ ദ സിസ്റ്റം തന്നെയായിരിക്കണം. മോഷൻ ഓഫ് ബ്ലോക്സ് കണക്റ്റഡ് വിത്ത് മാസ്ലെസ് സ്ട്രിങ്സ്. അപ്പോൾ നമ്മളിനി പറയാൻ പോകുന്നത് രണ്ട് ബ്ലോക്കുകൾ, ആ ബ്ലോക്കുകളെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന മാസ്ലെസ് ആയിട്ടുള്ളൊരു സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ആ സ്ട്രിങ്ങിന് മാസ് ഇല്ല, നമ്മളതിനെ നെഗ്ലക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് അത്രയും നെഗ്ലിജിബിൾ ആണെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ബ്ലോക്കുകൾ M1 M2. അപ്പോൾ ഈ സിസ്റ്റത്തെ നമ്മൾ പിടിച്ച് വലിക്കുന്ന ഫോഴ്സ് F ആണ്. അപ്പോൾ ഈ സിസ്റ്റം ഒന്നാകെ അങ്ങോട്ട് നീങ്ങുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഈ ടെൻഷനും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ഇത്തരം ചോദ്യങ്ങൾ സോൾവ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ മെക്കാനിക്സിലെ പ്രോബ്ലത്തിലെല്ലാം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമുക്കൊരു ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കണം. ആ ഡയഗ്രത്തിൽ നമ്മൾ അതിൻ്റെ പുറത്തുള്ള ഫോഴ്സുകളൊക്കെ നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം, ഒന്നാമത്തെ ബോഡി നമ്മുടെ ബ്ലോക്ക് M1 നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. M1ൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതെല്ലാം നോക്കാം. നമുക്കറിയാം, തീർച്ചയായിട്ടും മാസ് ഉള്ളത് കൊണ്ട് തന്നെ വെയിറ്റ് mg താഴേക്കുണ്ട്. പക്ഷേ അതിനെ ബാലൻസ് ചെയ്യാൻ എപ്പോഴും നോർമൽ റിയാക്ഷൻ മുകളിലേക്കുണ്ടാവും. അവർ രണ്ടുപേരും ക്യാൻസൽ ആയി പോകും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല. ബോഡി മൂവ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലായതുകൊണ്ട് ഇവരെ ചലിപ്പിക്കുന്ന ഫോഴ്സ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെ? ഒന്നാമത്തെ ഫോഴ്സ് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എഫ്, നമ്മൾ അതിനെ പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇതൊരു സ്ട്രിങ് ആണ്. അപ്പോൾ അതിന് എഗൻസ്റ്റ് ആയിട്ട് ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെൻഷൻ. ഇത് മാസ്ലെസ് സ്ട്രിങ് ആണെങ്കിൽ ഇതിൻ്റെ എല്ലാ പോയിന്റുകളിലെയും ടെൻഷൻ സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഇതും ടി ആണ്, ഇതും ടി ആയിരിക്കും. ഓർക്കേണ്ട പോയിന്റ് ഇതാണ്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു മാസ്ലെസ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ പോർഷനിലും കിട്ടുന്ന ഫോഴ്സ് അഥവാ ടെൻഷൻ സെയിം ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ ഈ ഫസ്റ്റ് ബോഡിയെ മാത്രമാണ് കൺസിഡർ ചെയ്യാൻ പോവുക. ഈ സിസ്റ്റത്തിന് നമ്മൾ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് കൊടുത്തപ്പോൾ ഈ സിസ്റ്റം ഒന്നാകെ മൂവ് ചെയ്യുന്നു ഈ ഡയറക്ഷനിൽ വിത്ത് ആക്സിലറേഷൻ എ. അപ്പോൾ M1 എന്ന് പറയുന്ന ബ്ലോക്കിൻ്റെ ആക്സിലറേഷൻ എ ആണ്, M2വിൻ്റെയും ആക്സിലറേഷൻ എ തന്നെയാണ്. നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ബ്ലോക്കിനെ മാത്രം, ഫസ്റ്റ് ബ്ലോക്കായ M1നെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഈ M1ൻ്റെ പുറത്ത് കിട്ടുന്ന ഫോഴ്സുകൾ ഏതൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ M1 എന്ന ബ്ലോക്കാണിത്. റൈറ്റ് സൈഡിലേക്ക് നമ്മൾ അതിനെ പിടിച്ചു വലിക്കുന്ന ഫോഴ്സ് എഫ്. അപ്പോൾ അതിനെ കെട്ടിയിട്ടിരിക്കുന്ന, അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിൽ ഇങ്ങോട്ടത്തേക്ക് കിട്ടുന്നത് ടെൻഷൻ, അത് ടി ആണ്. ഈ രണ്ട് ഫോഴ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടത്തുകയാണ്. പക്ഷേ നമ്മുടെ മാസ് മൂവ് ചെയ്തത് ഇങ്ങോട്ടാണ് വിത്ത് ആക്സിലറേഷൻ എ. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ഫോഴ്സുകളിൽ വലിയ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ആയിരിക്കണ്ടേ? കാരണം എഫിൻ്റെ ഡയറക്ഷനിലാണ് ഈ ബോഡി മൂവ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് F-T ആണ്. ഈ ബ്ലോക്കിൻ്റെ പുറത്ത് കിട്ടുന്ന ഫോഴ്സ് F-T ആണ്. നമുക്കറിയാം, ഒന്നാമത്തെ സ്റ്റെപ്പ് ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുക, രണ്ടാമത്തെ സ്റ്റെപ്പ് ആ ഫോഴ്സുകൾ റിസോൾവ് ചെയ്യുക, മൂന്നാമത്തെ സ്റ്റെപ്പ് ആ ഫോഴ്സിനെ ന്യൂട്ടൻ്റെ ഇക്വേഷനോട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രം വരച്ചു, അതുപോലെ ഫോഴ്സുകളെ റിസോൾവ് ചെയ്ത് എഴുതി, ഇതിനെ ന്യൂട്ടൻ്റെ ഇക്വേഷനോട് ഇക്വേറ്റ് ചെയ്യണം. ഇവിടെ മൂവ് ചെയ്ത ബോഡിയുടെ മാസ് M1 വിത്ത് ആക്സിലറേഷൻ എ. അപ്പോൾ F ഈസ് ഈക്വൽ ടു ma എന്നുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടി ഇക്വേഷൻ നമ്പർ 1. അവിടെ നിൽക്കട്ടെ, നമ്മളിപ്പോൾ ഫസ്റ്റ് ബോഡി മാത്രമാണ് കൺസിഡർ ചെയ്തത്. ഇതുപോലെ നമുക്ക് നോക്കാം സെക്കൻഡ് ബോഡി. സെക്കൻഡ് ബ്ലോക്ക് M2 ആണ്. M2വിൻ്റെ പുറത്ത് കിട്ടുന്ന ഒരേ ഒരു ഫോഴ്സേ ഉള്ളൂ, അത് T ആണ്.
അപ്പോൾ M2വിനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന ഫോഴ്സ് ആരാണ്? ഈ സ്ട്രിങ്ങിൽ കിട്ടിയ ടെൻഷനാണ്. മറ്റിങ്ങോട്ടൊന്നും വേറൊരു ഫോഴ്സും ഇല്ല. ഇവിടെയും M2G വെയിറ്റ് താഴേക്ക്, നോർമൽ റിയാക്ഷൻ മുകളിലേക്ക്, അവർ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ബാലൻസ്ഡ് ആയി പോകുന്നതുകൊണ്ട് അവരെ നമ്മൾ ഇനി നോക്കേണ്ട കാര്യമില്ല. ബോഡിയെ ചലിപ്പിച്ച ഫോഴ്സ് ആര്? അത് ടെൻഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് എഴുതാം M2വിൻ്റെ പുറത്ത് കിട്ടിയ ഫോഴ്സ് ടെൻഷനാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അവിടെ വീണ്ടും നമുക്ക് ഇക്വേഷൻ എഴുതാം, M2A. ഇക്വേഷൻ നമ്പർ 2 ആണ്. അപ്പോൾ നോക്കൂ, സ്റ്റെപ്പുകൾ ഇങ്ങനെയാണ്. എത്ര ബ്ലോക്കുകളുണ്ടോ അവരെ ഓരോ ബ്ലോക്കുകളെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. അതിനെ ചലിപ്പിച്ച നെറ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. നെറ്റ് ഫോഴ്സിനെ M×A, ന്യൂട്ടൻ്റെ സെക്കൻഡ് ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടെൻഷൻ? ടെൻഷൻ കിട്ടിക്കഴിഞ്ഞു. ടെൻഷൻ T = M2A. പക്ഷേ നമുക്ക് ആക്സിലറേഷൻ അറിയില്ല. അപ്പോൾ ഈ ഇക്വേഷൻ, ഒന്നാമത്തെ ഇക്വേഷനിൽ Tക്ക് പകരം M2A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും F = M1A പ്ലസ് M2A. അപ്പോൾ അവിടെ നമുക്ക് A കോമൺ എടുക്കുകയാണെങ്കിൽ A = F ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. അപ്പോൾ കണ്ടോ, സിസ്റ്റത്തിൻ്റെ പുറത്ത് കിട്ടിയ നെറ്റ് ആക്സിലറേഷൻ ചോദിക്കുകയാണെങ്കിൽ A = F/M1 പ്ലസ് M2 ആയിരിക്കും. ടെൻഷനാണ് ചോദിക്കുന്നതെങ്കിൽ T = M2A ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്തരം പ്രോബ്ലംസ് ചെയ്യുന്നതിനുള്ള ടിപ്പിക്കൽ സ്റ്റെപ്പ്. നോക്കൂ, രണ്ട് ബ്ലോക്കുകൾ M1 M2 കണക്ട് ചെയ്തിരിക്കുന്ന സ്ട്രിങ് മാസ്ലെസ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ടെൻഷൻ യൂണിഫോം എല്ലാ സ്ഥലത്തും ഒരുപോലാണ്. M1നെ മാത്രം കൺസിഡർ ചെയ്യുക, അതിൻ്റെ ഇക്വേഷൻ എഴുതുക, ഇക്വേഷൻ നമ്പർ 1. M2വിനെ മാത്രം കൺസിഡർ ചെയ്യുക, അതിൻ്റെ പുറത്തുള്ള ഫോഴ്സിനെ M2Aയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. രണ്ട് ഇക്വേഷൻ കിട്ടി. ഇവിടുന്ന് ടെൻഷൻ ചോദിച്ചാൽ ടെൻഷൻ കണ്ടുപിടിക്കാം, ആക്സിലറേഷൻ ചോദിച്ചാൽ ആക്സിലറേഷനും കണ്ടുപിടിക്കാം. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. പക്ഷേ നമുക്കിതൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ആൻസർ എഴുതാം. നമുക്കറിയാം ഈ സിസ്റ്റം ഒന്നാകെ മൂവ് ചെയ്യുന്ന ആക്സിലറേഷൻ A ആണ്. ഈ സിസ്റ്റത്തെ ആകെ ചലിപ്പിച്ച ഫോഴ്സ് ആരാ? അത് F ആണ്. ഇവിടെ മൂവ് ചെയ്ത മാസുകൾ ആരൊക്കെയാ? M1ഉം M2ഉമാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഫോഴ്സിൻ്റെ ഇക്വേഷൻ F = σm, മൂവ് ചെയ്ത ടോട്ടൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ബോഡിയെ പിടിച്ചു വലിച്ച ഫോഴ്സ് F ആണ്. F ദാറ്റ് ഈസ് ഈക്വൽ ടു σm×A, ടോട്ടൽ മാസ് മൂവ്ഡ്. ഇവിടെ മൂവ് ചെയ്ത ആകെ മാസ് എത്രയാ? M1 മൂവ് ചെയ്യുന്നു, M2 മൂവ് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് എഴുതാം M1 പ്ലസ് M2 ഇൻറ്റു A. ഇവിടെ നിന്ന് A = F ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. അതേ ഇക്വേഷൻ തന്നെയാണ് ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോഴും കിട്ടിയത്. അപ്പോൾ ഓർത്തിരിക്കുക, ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേറെ ഒന്നും വേണ്ട. ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ പഠിക്കാം, A = ആരാണോ അവരെ ചലിപ്പിച്ച ഫോഴ്സ് ഡിവൈഡഡ് ബൈ അവിടെ എത്ര മാസുകൾ മൂവ് ചെയ്യുന്നുണ്ട്. സോ ആക്സിലറേഷൻ F/σm ആയിരിക്കും. ഇങ്ങനെ ഇക്വേഷൻസ് ഒന്നും എഴുതേണ്ട കാര്യമില്ല. ഡയഗ്രാം കണ്ടാൽ വളരെ പെട്ടെന്ന് നമുക്ക് അതിന് ആൻസർ എഴുതാൻ പറ്റും. ചലിപ്പിച്ച ഫോഴ്സ് ആരെന്ന് നോക്കുക, അവിടെ മൂവ് ചെയ്ത ടോട്ടൽ മാസ് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ആൻസർ ആയി. അപ്പോൾ നമ്മൾ കണക്റ്റഡ് ബോഡീസിന്റെ മൂവ്മെന്റ് എങ്ങനെയെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇവിടെ നമുക്ക് ഡയഗ്രത്തിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ രണ്ട് മാസുകൾ M1 M2, ഈ സിസ്റ്റത്തെ പിടിച്ചു വലിച്ച ഫോഴ്സ് F ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇക്വേഷൻസിന്റെ ഒന്നും സഹായമില്ലാതെ ആക്സിലറേഷൻ വളരെ പെട്ടെന്ന് പറഞ്ഞു നോക്കാം. ഇവിടെ മൂവ് ചെയ്ത മാസുകൾ M1ഉം M2ഉം, സോ M1 പ്ലസ് M2 ആണ്. പിടിച്ച് വലിച്ചുകൊണ്ടുപോയ ഫോഴ്സ് F ആണ്. അപ്പോൾ ആക്സിലറേഷൻ പിടിച്ച് വലിച്ച ഫോഴ്സ് ആരാണ്? F ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് M1 പ്ലസ് M2. കണ്ടോ, ആക്സിലറേഷൻ A = ടോട്ടൽ ഫോഴ്സ് ആരാണോ F ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഇനി ചോദ്യം ടെൻഷൻ. ഇതാണ് ടെൻഷൻ. ഈ ടെൻഷൻ ആരെയാണ് വലിച്ചുകൊണ്ട് പോയത്? ടെൻഷൻ കിട്ടിയത് M1ന് മാത്രമാണ്. അപ്പോൾ അവിടെ നമുക്ക് ഡയറക്റ്റ് പറയാം ടെൻഷൻ = M1A ആണ്. വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ടെൻഷൻ ആരെ മാത്രമേ ചലിപ്പിച്ചിട്ടുള്ളൂ? M1നെ മാത്രം. സോ ടെൻഷൻ = M1A. ഇനി നമുക്ക് ആക്സിലറേഷൻ്റെ ഈ വാല്യൂ അതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ ടെൻഷനുമായി. അപ്പോൾ ഇതുപോലെ ഇനി എത്ര ബ്ലോക്കുകൾ വന്നാലും, എത്ര ബ്ലോക്കുകൾ ഇങ്ങനെ കണക്ട് ചെയ്തിരുന്നാലും നമുക്ക് വളരെ പെട്ടെന്ന് ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. ഇവിടെ കണ്ടോ, 3 ബ്ലോക്കുകൾ M1 M2 M3 ഇവരെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു ഫോഴ്സ് F കൂടി നമ്മൾ ഇങ്ങോട്ട് അതിനെ പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കണം. നെറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. നെറ്റ് ഫോഴ്സ് F ആണ്, ടോട്ടൽ മാസ് M1 പ്ലസ് M2 പ്ലസ് M3 ആണ്. കണ്ടോ, ആക്സിലറേഷൻ A = നെറ്റ് ഫോഴ്സ് F ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3. ഇനി ചോദ്യം, ഇവിടുത്തെ T1 ആരാണ്? നോക്കൂ, ഇതാണ് T1. ഈ T1 ആരെ മാത്രമാണ് പിടിച്ച് വലിച്ചത്? M1നെ മാത്രം. അപ്പോൾ നമുക്ക് എഴുതാം T1 = M1A ആയിരിക്കും. എയുടെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ചോദ്യം T2 ആണെങ്കിൽ ഇതാണ് T2. ഈ T2 എന്ന് പറയുന്ന ഈ ടെൻഷൻ ആരെയൊക്കെ പിടിച്ചു വലിച്ചു? അതിൻ്റെ പുറകിലുള്ള M1 പ്ലസ് M2വിനെ പിടിച്ചു വലിച്ചു. അങ്ങനെയെങ്കിൽ അവിടെ നമുക്ക് എഴുതാം T2 = M1 പ്ലസ് M2 ഇൻറ്റു A.
അപ്പോൾ ഇതുപോലെ എത്ര ബ്ലോക്കുകൾ വരികയാണെങ്കിലും നമുക്ക് അനലൈസ് ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്ത ശേഷം ഇത് നോക്കുക. ഇവിടെ 3 ബ്ലോക്കുകളുണ്ട്, ആക്സിലറേഷൻ അതുപോലെ ടെൻഷൻ T1 T2 ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. മെക്കാനിക്സിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ചില ക്വസ്റ്റ്യനുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ പുള്ളി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ അറിയണം എന്താണ് ഈ പുള്ളി സിസ്റ്റം, എങ്ങനെയാണ് അവിടുത്തെ ടെൻഷൻ വേരി ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് മിക്കപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില ടോപ്പിക്കുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പുള്ളി സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കിവിടെ ഒരു പുള്ളിയുണ്ട്. ഈ പുള്ളിയുടെ പുറത്തുകൂടി നമ്മളൊരു സ്ട്രിങ്ങിനെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ബ്ലോക്കുകളെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. M1 അതുപോലെ ഇവിടെ നമ്മൾ ബ്ലോക്കിനെ അറ്റാച്ച് ചെയ്യുന്നു, അത് M2 ആണെന്ന് കരുതുക. അപ്പോൾ ഓർക്കുക, ഇത് മാസ്ലെസ് സ്ട്രിങ് ആണെങ്കിൽ, മാസ്ലെസ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തെയും ടെൻഷൻ സെയിം ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടെൻഷൻ T എന്ന് എഴുതിയാൽ ഇവിടെയും ടെൻഷൻ T തന്നെ. ഓർക്കുക, ഇത് മാസ്ലെസ് സ്ട്രിങ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇത് ഫ്രിക്ഷൻലെസ് പുള്ളി എന്നും പറഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവാൻ പാടില്ല, ഫ്രിക്ഷൻ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ഇത് മാസ്ലെസ് സ്ട്രിങ്ങും ആയിരിക്കണം. ഇനി ഇതേ കേസിൽ തന്നെ പറയുന്നു ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട്, ഈ പുള്ളിക്ക് ഫ്രിക്ഷൻ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇരുവശത്തെയും ടെൻഷനുകൾ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് T1 T2 എന്ന് എഴുതേണ്ടി വരും. ഇനി ഇതേ ചോദ്യത്തിൽ തന്നെ ഒരു ബ്ലോക്ക് കൂടി നമ്മൾ അറ്റാച്ച് ചെയ്യാണ്, മാസ് M3. അങ്ങനെയെങ്കിൽ ഇവിടെ ഇത്രയും ഭാഗത്ത് ടെൻഷൻ സെയിം ആണ്. ഇനി ഒരു ബ്ലോക്ക് വന്നു, അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ സ്ട്രിങ് വരികയാണ്. അപ്പോൾ ഇവിടുത്തെ ടെൻഷൻ വീണ്ടും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഓർക്കുക, വീണ്ടും നമുക്ക് ഒരു ബ്ലോക്കും കൂടി വരികയാണെങ്കിൽ അടുത്ത ടെൻഷൻ ഡിഫറൻ്റ് ആണ്, അത് T4 ആയിരിക്കും. അപ്പോൾ ഓർക്കുക, ഇടയ്ക്ക് ബ്ലോക്കുകൾ വന്നാൽ ടെൻഷൻ മാറും. ഇനി നമുക്ക് ചോദിക്കുന്ന സാധാരണ ക്വസ്റ്റ്യനുകളിലെല്ലാം മാസ്ലെസ് സ്ട്രിങ്ങും ഫ്രിക്ഷൻലെസ് പുള്ളിയുമായിരിക്കും. അങ്ങനെയെങ്കിൽ ഒന്നും പേടിക്കാനില്ല, ഇവിടെ എല്ലാം ടെൻഷൻ സെയിം. ഇവിടെ T1 എന്ന് എടുത്താൽ ഇവിടെയും ടെൻഷൻ T1 തന്നെ കൊടുക്കാം. ഇനി ഇത് ഫ്രിക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ടെൻഷനുകൾ ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ ഓർക്കുക, ബ്ലോക്കുകൾക്കിടയിൽ സെഗ്മെന്റുകൾ വന്നാൽ അവിടെ എപ്പോഴും ടെൻഷൻ ഡിഫറൻ്റ് ആയിരിക്കണം. 2 ബ്ലോക്കുകൾ ഹാവിംഗ് മാസസ് M1 ആൻഡ് M2 ആർ കണക്റ്റഡ് യൂസിങ് എ ഫ്രിക്ഷൻലെസ് അതുപോലെ തന്നെ മാസ്ലെസ് സ്ട്രിങ് ഓവർ എ പുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സിസ്റ്റത്തിൽ M1 മാസ് കൂടുതലാണ്, അല്ലെങ്കിൽ ഈ സിസ്റ്റം M1 ഡയറക്ഷനിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്നു, താഴേക്ക് A ആണ്. ഇത് സ്ട്രെച്ച് ചെയ്യാത്ത സ്ട്രിങ് ആയതുകൊണ്ട് തന്നെ M1 എത്ര ആക്സിലറേഷനോട് കൂടി താഴേക്ക് പോകുമോ അതേ ആക്സിലറേഷനോട് കൂടി M2 മുകളിലേക്കും പോകും. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന വേരിയസ് ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. M1 എന്ന ബ്ലോക്കിൻ്റെ മാസ് M1 ഉള്ളതുകൊണ്ട് തീർച്ചയായും വെയിറ്റ് M1G താഴേക്ക്. അപ്പോൾ ഇത് താഴേക്ക് പിടിച്ച് വലിക്കുമ്പോൾ സ്ട്രിങ്ങിൽ മുകളിലേക്ക് ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് അഥവാ ടെൻഷൻ ഉണ്ടാവും. അതിന് നമ്മൾ T എന്ന് മാർക്ക് ചെയ്തു. ഇനി നോക്കുക, M2 അയാളുടെ വെയിറ്റ് M2G താഴേക്ക് ആക്ട് ചെയ്യും. അപ്പോൾ മുകളിലേക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷൻ T തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് മാസ്ലെസ് ആണ്, അതുപോലെ തന്നെ ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള പുള്ളിയുടെ ഓവറാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തെയും ടെൻഷൻ സെയിം ആണ്. അത് നമുക്കൊരിക്കലും തെറ്റ് പറ്റരുത്, ടെൻഷൻ സെയിം തന്നെയായിരിക്കും രണ്ട് സൈഡിലും. ഇനി നോക്കി, നമുക്ക് ഈ ബ്ലോക്കിനെ നോക്കിക്കഴിഞ്ഞാൽ M1 മാത്രം കൺസിഡർ ചെയ്താൽ 2 ഫോഴ്സുകൾ M1G താഴേക്ക്, ടെൻഷൻ മുകളിലേക്ക്. പക്ഷേ ബ്ലോക്ക് നീങ്ങിയത് M1Gയുടെ ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ 2 ഫോഴ്സുകളിൽ വലിയ ഫോഴ്സ് ആരായിരിക്കണം? M1G അല്ലേ? അതുകൊണ്ടാണ് ഈ ബ്ലോക്ക് M1Gയുടെ ഡയറക്ഷനിലേക്ക് പോയത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള നെറ്റ് ഫോഴ്സ് എഴുതിയാൽ അത് ഇങ്ങനെ വരും. M1G താഴേക്കാണ് മൈനസ് മുകളിലേക്കുള്ള ടെൻഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നോക്കിയേ, ഈ ബ്ലോക്ക് M1 കിട്ടിയ ആക്സിലറേഷൻ A ആണ്. അപ്പോൾ അയാളുടെ പുറത്തുള്ള നെറ്റ് ഫോഴ്സ് M1 × A ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഇക്വേഷൻ എഴുതാം. ഫസ്റ്റ് ബ്ലോക്കിനെ മാത്രം കൺസിഡർ ചെയ്തു, 2 ഫോഴ്സുകൾ, അതിൽ വലുതാര് എന്ന് സംശയം ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. സിസ്റ്റം എങ്ങോട്ടാണ് നീങ്ങിയത്? സിസ്റ്റം പോയത് താഴേക്കാണ്. അപ്പോൾ വലിയ ഫോഴ്സ് M1G. സോ നെറ്റ് ഫോഴ്സ് M1G - T ആണ്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു M1A. അപ്പോൾ അതുപോലെ നമുക്ക് രണ്ടാമത്തെ ബ്ലോക്കിനെ കൺസിഡർ ചെയ്താൽ ഈ ബ്ലോക്കിൻ്റെ പുറത്ത് ടെൻഷൻ മുകളിലേക്ക്, M2G താഴേക്ക്. പക്ഷേ ബ്ലോക്ക് പോയത് മുകളിലേക്കാണ്. അപ്പോൾ വലിയ ഫോഴ്സ് ആരാണ്? ടെൻഷനാണ്. അങ്ങനെയെങ്കിൽ നെറ്റ് ഫോഴ്സ് ടെൻഷൻ - M2G. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ ടെൻഷൻ -M2G ഈസ് ഈക്വൽ ടു ആയിരിക്കണം നെറ്റ് ഫോഴ്സ്. ആർക്ക്? M2 കിട്ടിയ നെറ്റ് ഫോഴ്സ്. M2 കിട്ടിയ നെറ്റ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? M2 ആക്സിലറേഷൻ A ആയതുകൊണ്ട് M2A ആണ്. സോ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി M2A. ഈ 2 ഇക്വേഷനും കൂടെ നമ്മൾ ആഡ് ചെയ്താൽ അവിടെ നിന്ന് ടെൻഷൻ്റെ ടൈം പോവുകയും നമുക്ക് ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ആക്സിലറേഷൻ എന്തായിരിക്കും നമുക്ക് നോക്കാം. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്, M1G മൈനസ് M2G ഡിവൈഡഡ് ബൈ M1 + M2. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഈ സിസ്റ്റത്തിനുണ്ടാകുന്ന ആക്സിലറേഷൻ.
ആക്സലറേഷൻ m1g മൈനസ് m2g ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആക്സലറേഷൻ കണ്ടെത്തിയത്? ഓരോ ബ്ലോക്കുകളായി കൺസിഡർ ചെയ്യുക, ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നു, ഇക്വേഷൻ ന്യൂട്ടന്റെ ഇക്വേഷനോട് ഇക്വേറ്റ് ചെയ്യുന്നു. വീണ്ടും ഇവിടെയും നമ്മൾ അതുപോലെ തന്നെ ചെയ്തു, രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇക്വേഷൻസിനെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ടെൻഷൻ അവിടെ നിന്ന് റിമൂവ് ആയി, ആക്സലറേഷൻ കിട്ടി. ഇനി ഇത്രയും ഒന്നും ചെയ്യേണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞ ആ കോൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ പറയാം. നമ്മൾ അറിയേണ്ടത് ഇത്രയുമാണ്, ആക്സലറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? അവിടുത്തെ നെറ്റ് പുള്ളിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് മൂവ്ഡ്. ശരിയല്ലേ? ഈ ബ്ലോക്ക് സിസ്റ്റത്തെ മൂവ് ചെയ്യിപ്പിച്ച ഫോഴ്സ് ആരാണ്? നമുക്ക് നോക്കാം. m1g എന്ന വെയിറ്റ് താഴേക്ക് പിടിച്ചു വലിക്കുന്നു, ഈ m2g അതിനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ നോക്കി, m1g താഴേക്ക് പിടിച്ച് വലിക്കുന്നു, m2g അതിനെ ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ m1g ആണ് വലുത്, അതുകൊണ്ട് സിസ്റ്റം മൂവ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഇങ്ങനെ പിടിച്ച് വലിച്ചത് m1g, റെസിസ്റ്റ് ചെയ്തത് m2g. അപ്പോൾ നെറ്റ് ഫോഴ്സ് m1g മൈനസ് m2g, നെറ്റ് ഫോഴ്സ് m1g മൈനസ് m2g ഡിവൈഡഡ് ബൈ ഇവിടെ മൂവ് ചെയ്ത ടോട്ടൽ മാസ്. m1 മൂവ് ചെയ്തു, m2 മൂവ് ചെയ്തു, അപ്പോൾ ടോട്ടൽ മാസ് m1 പ്ലസ് m2. അപ്പോൾ എപ്പോഴും ഓർക്കുക, പിടിച്ച് വലിച്ചത് m1g, റെസിസ്റ്റ് ചെയ്തത് m2g, നെറ്റ് ഫോഴ്സ് m1g മൈനസ് m2g ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ്റെ ഒന്നും ആവശ്യമില്ല, ആക്സലറേഷൻ വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഇനി ടെൻഷനാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ കിട്ടിയ ആക്സലറേഷൻ്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒന്നിൽ ഇട്ട് കൊടുത്താൽ അതിൽ നിന്ന് t നമുക്ക് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് പുള്ളി സിസ്റ്റത്തിൻ്റെ പുറത്തുള്ള ആക്സലറേഷനും അതുപോലെ ടെൻഷനും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെ എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ, m1 m2 ബോഡി മൂവ് ചെയ്യുന്നത് m2വിൻ്റെ ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ്റെ ഒരു സഹായവും ഇല്ലാതെ വളരെ പെട്ടെന്ന് ആക്സലറേഷൻ പറയാം. പിടിച്ചു വലിച്ചത് m2g ആണ്, റെസിസ്റ്റ് ചെയ്തത് m1g ആണ്. അങ്ങനെയെങ്കിൽ ആക്സലറേഷൻ നെറ്റ് ഫോഴ്സ് m2g മൈനസ് m1g ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. കണ്ടോ, ആക്സലറേഷൻ m2g മൈനസ് m1g, അതാണ് m2 മൈനസ് m1 ഇൻറ്റു g ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇനി ഇതിൽ ഇതുപോലെ എത്ര ബ്ലോക്കുകൾ അഡീഷണൽ ആയിട്ട് വന്നാലും ഇതേ മെത്തേഡ് തന്നെ. നോക്കൂ, അടുത്ത് കണ്ടോ, രണ്ട് ബ്ലോക്കുകൾ ഇവിടെ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ നോക്കി, ഇവിടെ ആരാണ് ഇതിനെ താഴേക്ക് പിടിച്ച് വലിക്കുന്നത്? ഇവിടെ m1 ഉണ്ട്, m2 ഉണ്ട്, m3 ഉണ്ട്. അപ്പോൾ ഇവരുടെ ടോട്ടൽ വെയിറ്റ് ആണ് ഇതാ ഇങ്ങോട്ട് ആക്ട് ചെയ്യുക. ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ടോട്ടൽ വെയിറ്റ് m2 പ്ലസ് m3 ഇൻറ്റു g. അതിനെ ഒപ്പോസ് ചെയ്യുന്നത് m1g ആണ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് നമുക്ക് എഴുതാം m2 പ്ലസ് m3 മൈനസ് m1 ഇൻറ്റു g. ആക്സലറേഷൻ കണ്ടോ, m2 പ്ലസ് m3 മൈനസ് m1 ഇൻറ്റു g ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് മൂവ്ഡ്. ഇവിടെ മൂവ് ചെയ്ത മാസുകൾ ആരൊക്കെയാ? m1, m2, m3. അപ്പോൾ ടോട്ടൽ മാസ് m1 പ്ലസ് m2 പ്ലസ് m3. ഇനി നമുക്കിവിടെ t1 t2 ഒക്കെയാണ് ചോദ്യമെങ്കിൽ t1 ഉൾപ്പെടുന്ന ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക, അവിടെ നമ്മുടെ ആക്സലറേഷൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു.